യാചന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. 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 കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിടുദാസൻ, ഈ പാളയം സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ കത്തുദാസന്മാർ, വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവ് തലമുറയെ ശക്തിയോട് ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ കത്തുദാസൻ പാസ്റ്റർ റൂയുമൻ ആലപ്പുഴയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എലുവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് പകൽ അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത് പകലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ പകൽക്കാലങ്ങളിലും രാത്രികാലങ്ങളിലും സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ കത്തുദാസന്മാരെ നമ്മുടെ മധ്യേ അയച്ച് വിലപ്പെട്ട ആലോചനകൾ ദൈവം നമുക്ക് നൽകി തരുന്നത് കൊണ്ട് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ അകത്തെ മനുഷ്യനെ തൊട്ടുണർത്തുന്ന അകക്കണ്ണ് പ്രകാശിക്കത്തക്ക നിലവാരത്തിൽ ആത്മമണ്ഡലങ്ങൾ അലിസത്രഹല്ലുയ തുറക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ ദൈവിക ശബ്ദങ്ങൾ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയണം, ഞങ്ങളെ യേശു ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ദൈവസഭയെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്ലെ സ്തോത്ര മുഖവുരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്ന് പകലും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അലിസ്തോത്രം അനേക നാളുകൾ, ഒത്തിരി വർഷങ്ങളായി ഈ ദൈവസഭയിൽ അലിസ്തോത്രം അനേക തവണ കടന്നു വന്ന് വിലപ്പെട്ട ശുശ്രൂഷകൾ ഇവിടെയും നാലാഞ്ചെറിയിലും നമ്മുടെ പല ലോക്കൽ സഭകളിലും കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ റൂയുമനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അലിസ്തോത്ര സഹോദരങ്ങളെ പോലെ ഇടപെടുവാൻ, പല വേദികളിൽ ഒരുമിച്ച് ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വളരെ ആദരവോടെ കർത്താവിൻ്റെ ദാസനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമുള്ള വന്ദനത്തെയും അറിയിക്കുന്നു. തുടർന്നുള്ള സമയം എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോട് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റൂയുമൻ അവരുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രവിക്കാമല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. 97 രാത്രിയായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അതിനേക്കാൾ ശബ്ദം എനിക്കുണ്ട്. ആമേൻ, ആമേൻ. ഇത് 98ാമത്തെ പകല തുടർമാനം പ്രസംഗിക്കുന്നേ. കർത്താവ് ഈ തലമുറയിൽ നമ്മെ നിർത്തുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിൻ്റെ ഒരു കോണിൽ നിൽക്കാൻ കർത്താവ് എനിക്ക് തന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം.
എല്ലാവർക്കും കർത്താവിൽ വന്ദനം പറയുന്നു. വിശേഷ ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് എനിക്കൊത്തിരി അവസരങ്ങൾ തന്നിട്ടുള്ള ടി എം കോശി പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ദൈവസഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ അനുജ സഹോദരൻ യോവനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർ, വിശേഷാൽ ക്രിസ്തുവിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ജോമോനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസനുമായി ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നാലഞ്ചിറയിലെ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർ, ദൈവദാസന്മാർ യോഗത്തിലുണ്ട്. എല്ലാവർക്കും കർത്താവിൽ വന്ദനം. ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയെ കാണുവാൻ വേണ്ടി മീഡിയയിൽ വർക്ക് ചെയ്ത് ഞങ്ങളുടെ വാത്സല്യങ്ങളിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിസ്മയവും ഭയങ്കരമായത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയം കൂടാത്തൊരു ഗ്രൂപ്പ് ഈ ഭൂമിയിലുണ്ട്. പണമുള്ളവരല്ല, ആരോഗ്യമുള്ളവരല്ല, ജോലിയുള്ളവരല്ല, യേശുവിൻ്റെ രക്ഷകനാണ് നകത്ത് ഉറപ്പുള്ളവർ, യേശുവിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് നകത്ത് ഉറപ്പുള്ള ദൈവമക്കൾ. ഭയം കൂടാതെ പറയണം, നാളെയുടെ നീളയിൽ എന്തൊക്കെ സംഭവിച്ചാലും നാളെ നിർമ്മിച്ചവൻ്റെ കരമാണ് എന്നോട് കൂടെയുള്ളതെന്ന്. അകത്തുറപ്പുള്ള ദൈവമക്കൾ കുലുങ്ങാതെ പറ, എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കർത്താവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് കാതോർക്കാം. നിരവധി പ്രാവശ്യങ്ങളിൽ പുൾപ്പിറ്റ് നിൽക്കുവാൻ ദൈവം തന്നിട്ടുള്ള ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുൾപ്പിറ്റാണ്, അതിന് എനിക്ക് ഒരു അവസരം ഒരുക്കിയത് കർത്താവിൻ്റെ ദാസൻ ജോമവാസ്റ്ററാണ്. അതുകൊണ്ട് PMGയുടെ എല്ലാ സഭകളും, കേരളത്തിലുള്ള ഒട്ടുമിക്ക സഭകളിൽ യേശുവിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചുവടറിയാതെ ഇരുപതന്തനുഗ്രഹം തനിച്ചെന്നെ നടത്താതെ വലതു കൈപ്പിടിക്കും തനിച്ചെന്നെ നടത്താതെ വലതു കൈ പിടിക്കും മുമ്പിലൊരു ചൂടുവപ്പ മാത്രമീട കാണുന്നു ഞാൻ, മുമ്പിലൊരു ചോടുവപ്പ മാത്രമീട കാണുന്നു ഞാൻ. ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതോ. ആയതു മതിയെനിക്ക്. പിതാക്കന്മാർ പാടിക്കേ. ശേഷമെല്ലാം ദൈവഹിതം. എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്. എൻ്റെ ഭാവി എല്ലാം എൻ്റെ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. ദൈവമറിയുന്നു എന്ന്. ഓ പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. ഓ പൂർണ്ണ സമാധാനത്തോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. ഈ പഴയ പാട്ടിനൊക്കെ ഭയങ്കര ജീവനാണ്. അത് ഇന്നത്തെ ഓളത്തിൽ തള്ളി പോകില്ല. ആമേൻ. ഇന്നത്തെ പാട്ടൊക്കെ ഒരു 3 മാസം കഴിയുമ്പോൾ അടുത്ത പുതിയ പാട്ട് വരുമ്പം അതെല്ലാം ഓളം തള്ളിപ്പോകും. എന്നാൽ ഈ പഴയ ഗാനങ്ങളൊക്കെ CD-യിൽ ഇട്ട് കാശുണ്ടാക്കാൻ എഴുതിയതല്ല. യൂട്യൂബിലിട്ട് കാശുണ്ടാക്കാൻ എഴുതിയ പാട്ടുകളല്ല. പിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിന്നുകൊണ്ട് അവർ പ്രത്യാശയെ വർദ്ധിപ്പിക്കാൻ എഴുതിയ പാട്ടുകളാണ്. അതിന്നും അതിന് ജീവനുണ്ട്, നാളെയും അതിന് ജീവനുണ്ട്. ഒരു കാലത്തും അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാത്തത് കൊണ്ട് കർത്താവിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മൾക്ക് വേഗം വായിക്കാം. റോമാലേഖനം 19-ാം അധ്യായം റോമാലേഖനം 4-ാം അധ്യായം 19-21 വാക്യങ്ങൾ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. റോമാലേഖനം 4-ാം അധ്യായം
നാം പഠിക്കുമ്പോൾ 3 അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശബ്ദങ്ങൾ നമ്മുടെ ഉറപ്പിനായി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. 3 അനുഗ്രഹിക്കപ്പെട്ട ദൈവ ശബ്ദങ്ങൾ. 1, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 2, വാഗ്ദത്തത്തിൽ ശക്തിപ്പെട്ടു. 3, കർത്താവിന് മഹത്വം കൊടുത്തു. ആമേ. ഈ രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തൊരു ബലം തരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തൊരു ശക്തി നൽകട്ടെ. ഉപവാസ പ്രാർത്ഥനകളൊക്കെ കളിക്കളത്തിലല്ല, ഉപവാസ പ്രാർത്ഥനകളൊക്കെ പോർക്കളത്തില്ല. ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും നമുക്ക് അവസരം തരുമ്പോൾ വാ തുറന്ന് കർത്താവിന് സ്തോത്രമൊക്കെ ചെയ്യണം. ആമേൻ. നമ്മുടെ വാ തുറക്കാതിരിക്കേണ്ടതിന്, കരമടിക്കാതിരിക്കേണ്ടതിന് ഇരുളിൻ്റെ ശക്തികൾ അപ്പുറത്ത് ശക്തമായി പോരാടുന്നുണ്ട്, അപ്പുറത്ത് ബലത്തോടെ പോരാടുന്നുണ്ട്. അതിൻ്റെ നടുവിൽ വാ തുറക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ടെങ്കിൽ മസിൽ വിട്ടിട്ട് വാ തുറക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അമ്മേ, കഴിഞ്ഞ ദിവസം ഞാനൊരു സഭയിൽ പ്രസംഗിച്ച പറഞ്ഞു, ആരാധനയ്ക്ക് വാ തുറക്കാത്തവർ കമ്മിറ്റിയിൽ വാ തുറക്കരുതെന്ന്. അമ്മേ, ആരാധനയ്ക്ക് ശബ്ദം ഉയർത്താത്തവർ കമ്മിറ്റി ശബ്ദം ഉയർത്തരുതെന്ന്. അമ്മേ, അത് പറഞ്ഞപ്പോൾ അച്ചായൻ ഭയങ്കര ആരാധനയായിരുന്നു, ഭയങ്കര ആരാധന. അമ്മാമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ചായൻ ഭയങ്കര ആരാധനയായിരുന്നു. അന്നേരം അച്ചാൻ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടതല്ല, അടുത്ത കമ്മിറ്റി കലയ്ക്കാൻ വേണ്ടിയാണ്, അടുത്ത കമ്മിറ്റി കലയ്ക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാ ഫോണിൽ കൂടെ ദൈവാത്മാ എന്നോട് ഒരു ദൂത് പറഞ്ഞു, അടുത്ത കമ്മിറ്റി കലയ്ക്കാൻ ആമ കഴിയാതെ വണ്ണം പുഷ്പഗിരി ഹോസ്പിറ്റലാണെങ്കിലോ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കളിക്കളവാ, ഇത് പോർക്കളവല്ല ഇത്. ആത്മാ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച പുഷ്പഗിരി ഹോസ്പിറ്റലാണെങ്കിലോ. ശനിയാഴ്ച രാത്രി ഒരു വയറ്റ് വേദന ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിറ്റേ തിങ്കളാഴ്ച തിരിച്ചു വിട്ടത്. ഇത് കളിക്കളവല്ല, പോർക്കളമാണ്. ഇന്ന് പകൽ നമുക്കുള്ള സകലത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇതിനകത്ത് വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളുടെ അകത്തുനിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദാവീദ് പറയുന്ന പോലെ, നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. ഇന്ന് പകൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് കരമടിക്കാൻ കഴിയുന്നവർ, ശബ്ദം ഉയർത്താൻ കഴിയുന്നവർ, ഇത് ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകലിൽ അകത്തുനിന്ന് ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നവർ ശബ്ദം ഉയർത്തിക്കേ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരാളിലേക്ക് ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. അഴിയേണ്ട ചില പോരുകൾ അഴിയട്ടെ. ആമേൻ. ഡേറ്റ് തികയ്ക്കാൻ വെക്കുന്ന പ്രാർത്ഥന അല്ലിത്, നേരം കളയാൻ വെച്ച പ്രാർത്ഥന അല്ലിത്. അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചടക്കാൻ, ദേശത്തിന്റെ ശക്തികളെ പിടിച്ചടക്കാൻ, ആമേൻ, പൗരോഹിത ശക്തികളെ പിടിച്ചടക്കാൻ ജീസസ് ഓരാ വദ രജന ഹടക. ഹല്ലേലൂയ. കൃപാവരങ്ങൾ പകരുന്ന, അഭിഷേകം പകരുന്ന, ദൈവശക്തി പകരുന്ന, ഇതുവരെ ആമേ അനുഭവിക്കാത്ത വിടുതലുകൾ ചലിക്കപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവിൽ പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഓറാബ റിബാല ദനജ. ഹല്ലേലൂയ. പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ പറയുന്ന ഏറ്റവും വലിയൊരു പദമാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഈ കാലഘട്ടത്തിൽ ഈ വചനം പ്രസംഗിക്കാൻ എന്നെ ബലപ്പെടുത്തിയത് വിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചു തുടങ്ങി. ആരോഗ്യത്തിൽ ക്ഷീണമില്ല, സഭകൾക്കൊക്കെ വിശ്വാസത്തിൽ ക്ഷീണം തട്ടിത്തുടങ്ങി. കാലങ്ങൾ മുൻപോട്ട് പോകും തോറും പ്രാപിച്ച വിശ്വാസം കുറഞ്ഞു പോയിരിക്കുന്നു, പ്രാപിച്ച ദൈവശക്തി കുറഞ്ഞു പോയിരിക്കുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഓടി അങ്ങ് അക്കരെ എത്താൻ അവർ തോന്നലോടെ പോകുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസം നമുക്ക് പറയാം, ഇല്ല, വിശ്വാസത്തിൽ ഒരു പടിയും കൂടെ കയറാൻ, സ്നേഹത്തിൽ ഒരു പടിയും കൂടെ കയറാൻ, പരിശുദ്ധന്മാരൊരു പടിയും കൂടെ കയറാൻ ഈ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഉപയോഗിക്കണേ. കർത്താവ് ഏത് പറയാം. പതിനായിരക്കണക്കിന് പ്രസംഗം കേട്ട സഭയാ PMG സഭ. ഇന്ന് പകൽ കേട്ട വചനങ്ങളൊക്കെ നമ്മുടെ അകത്ത് പ്രവൃത്തിയായി വ്യാപരിക്കാത്ത എന്തുകൊണ്ടാ? ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ 3 പ്രത്യക്ഷ ലക്ഷണങ്ങളുണ്ട്. 3 പ്രത്യക്ഷ ലക്ഷണങ്ങൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ 3 ഗുണമുണ്ട്. ഈ 3 ഗുണമില്ലെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവല്ല. ആമേൻ. കൈയടിക്കാൻ പറ്റും, അന്യഭാഷ പറയാൻ പറ്റും, ചാടാൻ പറ്റും, ആമേ, ഫാനെ മുട്ടി ചാടാൻ പറ്റും. പക്ഷെ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ 3 പ്രത്യക്ഷ ലക്ഷണങ്ങൾ ഉണ്ടാകണം. 1 സ്നേഹമാണ്, 2 വിട്ടുവീഴ്ചയാണ്, 3 നല്ല മനോഭാവം. ഇത് 3 ഉണ്ടെങ്കിലേ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവാകെ ഉള്ളൂ. അഭിനയം വിടണം, അഭിനയിക്കരുത് തമ്പുരാന്റെ മുമ്പിൽ. ആമേ. ഇന്ന് പകൽ ദാവീദും ഗോലിയാത്തൊന്നും പ്രസംഗിക്കാൻ വന്നതല്ല ഞാൻ. ദൈവത്തിന്റെ മുമ്പിൽ അഭിനയിക്കരുത്, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അഭിനയിക്കരുത്, വ്യാജം കാണിക്കരുത്. അറിയുന്നൊരു ദൈവമുണ്ട്. ഇതിന് പകൽ സഭയെ ദൈവം വിവേചിക്കുന്നു. ആമേ. അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറ്റം വരട്ടെ. 2 പാട്ടുപാടി 2 കൈയടിച്ച് നിർത്തുന്ന ഒരു രീതിയിൽ നിന്ന് ഇന്ന് പകൽ കത്തിപ്പിടിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി പിതാക്കന്മാരെ നമ്മുടെ പേര് വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, വാ തുറക്കാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ വായൊക്കെ തുറക്ക്.
കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ ചെന്നപ്പോൾ ഒരു 19 വയസ്സുള്ളൊരു കുഞ്ഞ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് വലിയ വായിലെ കരയുന്നു. കൈ ഇങ്ങനെ വീശി 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 കർത്താവിനെ ആരാധിക്കുന്നു. വലിയ വായിലെ കരയുന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. 21 വയസ്സുള്ളൊരു മോടപ്പനെ ഞാൻ കരയാൻ തുടങ്ങി. യോഗാനന്തരം ആ കുഞ്ഞിൻ്റെ അവർ കുഞ്ഞിൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ചപ്പോൾ അവിടുത്തെ അപ്പൻ ചോദിച്ചാൽ എൻ്റെ മോളെ കണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഒത്തിരി കുഞ്ഞുങ്ങളുള്ളത്, 100-300 കുഞ്ഞുങ്ങളുള്ളതല്ലേ, ഏതെന്നറിയത്തില്ല. എന്നാ പറഞ്ഞു ആ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് കരം താത്തിയിടാതെ ലാളാന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചുമോളാന്ന്. സ്തോത്രം. അവൾക്ക് നാക്ക് ചലിക്കില്ല, അവിടെ നാവ് ചലിക്കില്ല. അതുകൊണ്ടാണ് അവൾ കൈകൊണ്ട് ദൈവത്തെ ആരാധിച്ചതെന്ന്. ഇന്ന് പകൽ പരിധിയില്ലാതെ കർത്താവിനെ ആരാധിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ, പരിധിയില്ലാതെ ദൈവത്തെ സ്തുതിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മാസിലൊക്കെ വിട്ട് പറ, ആരോഗ്യം ദൈവം തന്നില്ലേ, സൗഖ്യം ദൈവം തന്നില്ലേ, വിടുതൽ ദൈവം തന്നില്ലേ? ഒന്ന് സ്തോത്രത്തോടെ പറ. ഉപകാരങ്ങൾ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യ. എനിക്കറിയാം ഇന്ന് രാവിലെ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം ചില വീര്യപ്രവർത്തികൾ ഇന്ന് പകൽ ഇവിടെ ചെയ്യും. കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽ ഇവിടെ അയക്കും. പ്രൈസ് ദ ലോർഡ്. പോരാന്തരം അവൾ കണ്ണുനീരോട് എന്നോട് പറഞ്ഞു, 19 വയസ്സുള്ള പെൺകുഞ്ഞിനോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്ക് നാക്കില്ല, എന്താ കർത്താവ് എനിക്ക് കയ്യും ചെവിയും തന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. പാസ്റ്ററെ, കർത്താവ് എനിക്ക് കയ്യും തന്നു, കർത്താവ് എനിക്ക് ചെവിയും തന്നു, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു. മനസ്സിലായോ? ഇന്നു പകൽ എല്ലാ സാഹചര്യങ്ങളെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നില്ലേ? ഈ ദിവസങ്ങളിൽ 2 ഗൗരവമേറിയ വിടുതൽ പ്രാപിക്കപ്പെടാൻ പോകുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം ചലിക്കാൻ പോകുകയാണ്. ഇന്ന് പകലും വ്യക്തിപരമായ ഒരു ദൈവശത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന ദാസിയെ, നിന്നോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, നിന്റെ വ്യക്തിപരമായ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ മഹത്വം ചലിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഇന്ദ്രല്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്ന്? ആർക്കും തടുക്കുവാൻ കഴിയാത്തൊരു ദൈവപ്രവൃത്തിയുടെ മഹത്വം ചലിക്കാൻ പോകുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിച്ചെഴുന്നേറ്റോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് ദൈവശക്തിയുടെ സാന്നിധ്യം ചലിക്കപ്പെടുമ്പോ, ദൈവശക്തിയുടെ വിടുതൽ വ്യാപരിക്കപ്പെടുമ്പോ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞ് പോലെ, പഴയ കാലം പോലെ ആ കൃപാവരങ്ങളുടെ പകലായി, വെളിപ്പാടുകളുടെ പകലായി, അഭിഷേകത്തിന്റെ പകലായി, അഭിഷക്തന്മാർ അടുത്ത ശുശ്രൂഷയുടെ ലെവലിലേക്ക് കയറുന്നൊരു പകലായി. ഇന്ന് പകൽ കൊതിച്ചിട്ട് വാ. അടുത്ത ലെവലിൽ ഉപവാസ പ്രാർത്ഥന സമാപന രാത്രി പകൽ പോലെ ആയാലും കുഴപ്പമില്ല. എന്നെ അടുത്ത ലെവലിലേക്ക് കയറുന്ന ഒരു അഭിഷേകം. ഓ യേശുവിന്റെ നാമത്തിൽ വാക്യങ്ങൾ, കുറിവാക്യങ്ങൾ പറഞ്ഞു വിടുന്ന പകലല്ലിത്. യേശു ഇറങ്ങി വരുന്ന പകലായത്. ഒത്തുവാക്യം പറഞ്ഞു വിടുന്ന, ലാപ്ടോപ്പിൽ തോണ്ടുന്ന പകലല്ലിത്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വിടുതൽ വ്യാപരിക്കപ്പെടുന്ന, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്ന ഈ ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് പകൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്ന, നിന്റെ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവശക്തി നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് പകൽ വ്യാപരിക്കാൻ പോകും. ആരാധന കയറി വരട്ടെ. ചില വർഷങ്ങളായി ദൈവസഭയുടെ ആരാധന ഒതുക്കി, ചില വർഷങ്ങളെ ആത്മതലത്തിൽ കയറാൻ പറ്റാതെ, അടുത്ത ലെവലിലോട്ട് ആരാധന കയറാൻ പറ്റാതെ, ശുശ്രൂഷയിൽ ആത്മസാന്നിധ്യം പ്രാപിപ്പാൻ കഴിയാതെ ചില വർഷങ്ങളായി ദൈവസഭയെ ഒതുക്കിയ ദേശത്തിന്റെ ശക്തിയെ ഈ യോഗം തീരും മുമ്പ് ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. നിയോഗത്തിന്റെ ഒരു വിടുതൽ ഇവിടെ ചലിച്ചേ പറ്റൂ. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആരാധിക്കുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ടെങ്കിലും കൈ ഓടിക്കുന്നുണ്ട്. ദൈവമാനോട് ഭയങ്കരമായിട്ടോ. ഞാൻ രാത്രി എറണാകുളത്തുനിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി വരുന്ന വഴിക്ക് കർത്താവിനോട് പറഞ്ഞു, ആരാധിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും സ്വോത്രം പറയുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, 21 നടക്കുന്നുണ്ട്, പക്ഷെ ദൈവസഭയ്ക്കകത്ത് തുറക്കേണ്ട ആത്മമണ്ഡലം തുറക്കുന്നില്ലെന്ന്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറഞ്ഞു, ചെത്തപ്പെടേണ്ട കല്ലുകളുണ്ടെന്ന്, ഒന്നിക്കേണ്ട ചില കല്ലുകളുണ്ടെന്ന്, ചെത്തേണ്ട ചില കല്ലുകളുണ്ടെന്ന്, പണിയപ്പെടേണ്ട ചില കല്ലുകളുണ്ടെന്ന്, ഒന്നിക്കേണ്ട ചില കല്ലുകളുണ്ടെന്ന്, ഏറ്റു പറയേണ്ട ചില കല്ലുകളുണ്ടെന്ന്. ആത്മീയ ഗൃഹമായി പണിയപ്പെടാൻ വിളിക്കപ്പെട്ട ദൈവസഭയെ യേശുവിന്റെ നാമത്തില് ആത്മീയ ഗൃഹമായി പണിയപ്പെടാൻ വിളിക്കപ്പെട്ട ദൈവസഭയിൽ ചിലത് ചെത്താനേൽപ്പിക്കാൻ. ഓ ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ അഭിഷേകന്മാരൊക്കെ സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ ശുശ്രൂഷയെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ മേൽ വീണ അഭിഷേകത്തെ ഒതുക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ മേൽ വീണ ദൈവകൃപയെ ഒതുക്കാൻ കാത്തിപ്പിടിക്കട്ടെ, കാത്തിപ്പിടിക്കട്ടെ, കാത്തിപ്പിടിക്കട്ടെ. കരമുറക്കെ അടിക്കാൻ പറ്റുന്നെങ്കിൽ കരമടിച്ച കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ ഇതുവരെ അനുഭവിക്കാത്തൊരു ഗ്ലോറി, ഇതുവരെ അനുഭവിക്കാത്തൊരു മഹത്വം ഇതിനകത്ത് അനുഭവിക്കാൻ പോവോ? ഞാൻ ആത്മാവിൽ കാണുന്നു. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ വിഷയം എവിടെയാണോ അവിടെ വിടുതൽ ചലിക്കുന്നു. വിദൂരങ്ങളിലേക്ക് വിടുതൽ ചലിക്കുന്നു. നിന്റെ തലമുറയായിരിക്കും രാജ്യത്ത് വിടുതൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഫയലുകൾ ഒപ്പിട്ട് മാറുന്നു. ഇതാ ഉപവാസ പ്രാർത്ഥന, ഇതാ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസ പ്രാർത്ഥന. ഇപ്പൊ തമ്പുര പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ പ്രത്യക്ഷ ലക്ഷണമാ സ്നേഹം, വിട്ടുവീഴ്ച, നല്ല മനോഭാവം. ഇത് മൂന്നും നമ്മൾ ഉണ്ടെങ്കിലേ ആത്മാവാകത്തുള്ളൂ. ആമേ. സ്നേഹത്തിന് റാണി എന്നറിയപ്പെടുന്ന 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, ശരീരം ചൂടാൻ ഏൽപ്പിക്കാൻ എളുപ്പമാണ്, അന്യഭാഷ പറയാൻ എളുപ്പമാണ്, മലയോട് നീങ്ങാൻ പറയാൻ എളുപ്പമാണ്. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞു സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന്, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന്. അപ്പം എൻ്റെ കൃപാവരത്തേക്കാൾ വലുത് സ്നേഹമാണ്. എൻ്റെ കൃപാവരത്തേക്കാൾ വലുത് സ്നേഹമാണ്. എൻ്റെ അഭിഷേകത്തേക്കാൾ വലുത് സ്നേഹമാണ്. കൈ ഉയർത്തി സ്വോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആമേ. എൻ്റെ കൃപാവരത്തേക്കാൾ വലുതാണ് ആമേ കോശാസ്ത്രം എൻ്റെ സ്നേഹം. ആമേ. ആ സ്നേഹം എന്താ പറയുക? സ്നേഹം നിർവ്യാജമായിരിക്കണം. അകത്തുനിന്ന് ചിരി വന്നെങ്കിലേ പുറത്തു ചിരിക്കാവൂ. യേശുവിൻ്റെ നാമത്തിൽ അകത്തുനിന്ന് കൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ അകത്തുനിന്ന് കൈ കൊടുക്കണം. ആമേ. കാണുമ്പോൾ ചിരിച്ചിട്ട് മാറുന്നുണ്ട് കുറ്റം പറയരുത്. ഇന്ന് പകൽ പരിശുദ്ധമായി വിവേചിക്കാൻ എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്. സാധാരണ ഞാൻ അവസാന ദിവസങ്ങളാണ് വരുന്നത്. ഇത് തുടക്കമായതുകൊണ്ട് ഒന്ന് കയറി വരാൻ ആത്മാവിനെ നിയോഗിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേ. പണ്ടൊക്കെ അവസാനത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് ആത്മാവി കത്തി നിൽക്കുകയല്ലേ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അഭിനയം വിട്ടിട്ട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറാൻ, ഹൃദയങ്ങളെ കീറാൻ. ദൈവം പറയാൻ, നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല. പ്രവാചകന്മാർ ദൂത് കേൾക്കുമ്പോൾ പൂഴിവാരി മുകളിലേക്ക് എറിഞ്ഞ് ആമെ ഉടുപ്പ് കീറി അഭിനയിക്കുന്നത് രാത്രികൾ വിടാൻ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുക, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണമെന്ന്. എന്നറിയാമോ? ഈ ബാഹ്യ പ്രകടനങ്ങളെ വിട്ട് ഒരാന്തരിക മടങ്ങി വരവ്, ഒരാന്തരിക മടങ്ങി വരവ്. മുഖം നോക്കാതെ ദൈവമാവ് പകൽ ദൂത് വിളിച്ചു പറയുന്നു, ഒരാന്തരിക മടങ്ങി വരവ്. ആ മടങ്ങി വരവിനകത്തൊരു വിടുതൽ വ്യാപരിക്കും. ആ മടങ്ങി വരവിനകത്തൊരു അത്ഭുതം നടക്കും. ആ മടങ്ങി വരവിനകത്ത് കർത്താവ് ഇറങ്ങി വരും. തുള്ളനും പച്ചപ്പുഴും വിട്ടിലും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞിലെ അവകാശത്തെ എൻ്റെ ദൈവം നിനക്ക് മടക്കി തരൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് മടക്കി തരുന്ന, ചിലത് മടങ്ങി വരുന്ന. 2026 പ്രാരംഭ മാസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഇവിടെ ഉപവസിച്ച വിഷയത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കപ്പെടുന്ന, അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന, തീ കത്തുന്ന. Jesus, 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 Jesus. ഒടുക്കം വരെ നോക്കിക്കണ്ട, ഒടുക്കം വരെ നോക്കി നിൽക്കണ്ട. ഈ യോഗത്തിന്റെ ഒടുവിൽ വരെ നോക്കി നിൽക്കണ്ട. ഈ യോഗത്തിന്റെ ഒടുവിൽ വരെ നോക്കി നിൽക്കണ്ട. ഇന്ന് പകൽ ഇതിന് അവസാനം വരെ നോക്കി നിൽക്കണ്ട. സാറ, ഇന്ന് പകൽ ദൈവാത്മാവ് ചില മണ്ഡലങ്ങളെ ചിലരെ തൊടാൻ പോകുകയാ. ഇന്ന് പകൽ ചില മണ്ഡലങ്ങളെ ആത്മാവ് തൊടാൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു, ഇതുവരെ അനുഭവിക്കാത്ത ഗ്ലോറി, ഇതുവരെ അനുഭവിക്കാത്ത ഗ്ലോറി ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വരികയാ, ഇറങ്ങി വരികയാ. അത് പണ്ട് മുതൽ ബാക്കി വരെ ഒരുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിടിച്ചു നിർത്താൻ കഴിയാത്ത അളവിൽ പാളയ PMG ചവച്ചിനകത്ത് അഭിഷേകത്തിന്റെ കൊടിയ കാറ്റ്, അഭിഷേകത്തിന്റെ കൊടിയ കാറ്റ്. ആരാധിക്കാൻ കഴിയുന്ന, സ്തോത്രം പറയാൻ കഴിയുന്ന, സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവദാസന്മാർ ഉണ്ടോ? അഭിഷക്തന്മാർക്ക് വാ തുറക്കാൻ പറ്റുമോ? ദൈവദാസന്മാരെ വാ തുറക്കാൻ പറ്റുമോ? ഇന്ന് പകലിൽ സ്വർഗം ഇതിന്റെ നടുവിൽ വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുക. അവൻ നമ്മിൽ വെളിപ്പെടേണ്ട സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് വിട്ടുവീഴ്ച ഉണ്ടാവും, വിട്ടുവീഴ്ച ഉണ്ടാവും. സ്നേഹം ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാവും. ആൻറ്റി, സ്നേഹം ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാവും. വിട്ടുവീഴ്ച ഉള്ള അപ്പം നല്ല മനോഭാവം വരും. നമ്മളെ അതിനാണ് വിളിച്ചത്. നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതിൻ്റെ 3 ലക്ഷണങ്ങൾ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളൊക്കെ സ്നേഹം വേണം, വിട്ടുവീഴ്ച വേണം,
നല്ല മനോഭാവമാണ്. ഇതൊക്കെ പറഞ്ഞാൽ കയ്യടി സ്തോത്രമൊന്നും കിട്ടത്തില്ല. പക്ഷെ എന്നാലും കർത്താവ് പറയുന്നത് പറയണ്ടായോ? സ്തോത്രം. കഴിഞ്ഞൊരു ദൈവദാസനോട് നിന്ന് പ്രസംഗിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാനാ പറഞ്ഞു വിട്ടത് യോഗത്തിനും, ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഞാൻ നല്ല കൊച്ചനാ, ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന. അവൻ ചെന്ന് ദൂത് പറഞ്ഞിട്ടൊന്നും ആരും അനങ്ങുന്നില്ല. അവസാനം അവൻ സ്റ്റൈൽ അങ്ങ് മാറ്റി. അവിടെ കെട്ടി ഇവിടെ കെട്ടി മൊത്തം കെട്ടി ചുറ്റിക്കെട്ടി വട്ടം കെട്ടി എന്ന് പറഞ്ഞപ്പോൾ അവർ കൈയടിക്കാൻ തുടങ്ങി. അവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞു, ഈ കൊച്ചൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ തൊട്ട് കെട്ടാ പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അതെന്നാണ് അങ്ങനെ പ്രസംഗിക്കാറുണ്ടോ? എൻ്റെ അച്ചാ സ്തോത്രം, ഞാൻ ദൂത് പറഞ്ഞിട്ട് ഒരെണ്ണം അനങ്ങുന്നില്ല. ആഴമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരാളും അനങ്ങുന്നില്ല. ഈ കെട്ടും പൂട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടുന്നായി ഗ്ലോറി വന്നെന്ന് അറിയത്തില്ലെന്ന്. ഇന്ന് പകൽ ഞാൻ പറയാം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാനത് വിശ്വസിക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കെട്ടാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല. മഹത്വം ഇറങ്ങിയ ഇടിയേണ്ടത് ഇടിയും. മഹത്വം ഇറങ്ങിയ ഇടിയേണ്ടത് ഇടിയും. പ്രൈസ് ദി ലോർഡ്. മഹത്വം ഇറങ്ങിയാ ഇടിക്കണ്ട. ഞാൻ വാചനത്തിൽ കൂടെ എന്തായാലും പ്രബുദ്ധരായ ദൈവമക്കൾ, PMG ദൈവമക്കൾ, വാചനം പറയുന്ന ദൈവമക്കൾ, എവിടിക്കുന്ന അഭിഷക്ത വൃന്ദങ്ങൾ എല്ലാവരും എനിക്കറിയാം. എൻ്റെ വ്യക്തിപരമായി വന്ദനം പറഞ്ഞ ദൈവസമാർ ഇവിടെ എല്ലാം ഇരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, സാന്നിധ്യം ഇറങ്ങിയ ഇടിയേണ്ടത് ഇടിഞ്ഞോളും. സാന്നിധ്യം ഇറങ്ങിയ ഇടിയേണ്ടത് ഇടിഞ്ഞോളും. സാന്നിധ്യം ഇറങ്ങിയ സാന്നിധ്യം ഇറങ്ങിയ ഇടിക്കാൻ നിൽക്കണ്ട. സാന്നിധ്യം ഇറങ്ങിയ ഇടിക്കാൻ നിൽക്കണ്ട. സാന്നിധ്യം ഇറങ്ങിയ ഇടിക്കാൻ നിൽക്കണ്ട. എനിക്കറിയത്തില്ല പകൽക്കാലം. സാന്നിധ്യം ഇറങ്ങിയ പിന്നെ ഇടിക്കാൻ നിൽക്കണ്ട. സാന്നിധ്യം ഇറങ്ങിയ ഇടിക്കാൻ നിൽക്കണ്ട. ഇടിയും 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 ഇടിയും. കൊളസ്ട്രോളൊക്കെ ഒന്ന് പോട്ടെ. സ്വത്രം. കഴിഞ്ഞ ദിവസം ഡോക്ടറിനോട് പറഞ്ഞു, ഈ 2 കൈയും ചോദിനടിക്കാമെങ്കിൽ കൊളസ്ട്രോളൊക്കെ പോകുന്നു. സ്വതന്ത്രം ചെയ്യുന്നു, പോകുന്നു. സ്വതന്ത്രം. ഞങ്ങളൊക്കെ ഓരോ രാജ്യങ്ങളൊക്കെ പോയിട്ടിരുമ്പോൾ സ്വതന്ത്രം ഓരോരുത്തർ ഞങ്ങളുടെ അടുത്തുള്ള ലാബിലെ ആൾക്ക് ചേച്ചിയൊക്കെ വിളിച്ചിട്ട് എളുപ്പം വരണം പാസ്റ്ററെ, എളുപ്പം വരണമെന്ന്. ഇച്ചിരി വണ്ണമൊക്കെ കൂടുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു. എന്നിട്ട് വന്ന് കുത്തിയെടുത്ത് രക്തമൊക്കെ പരിശോധിച്ചിട്ട് റിസൾട്ട് പറയും ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഈ കിടന്ന് ജാടി മറിഞ്ഞ് കാല് പോലും ഇല്ലാത്ത ഞാൻ ഈ കിടന്ന് ജാടി മറിഞ്ഞ് എവിടെ കൊളസ്ട്രോൾ വരാൻ? ആരാധിക്കുമ്പോൾ ഈ സ്വതന്ത്രം ചെയ്യുന്നു. എനിക്കറിയത്തില്ല ഈ സഹോദരന്മാരുടെ ഭാഗത്തോട് നോക്കാൻ. ഇവിടെ എനിക്കിഷ്ടം, ചിലത്തിൽ എനിക്ക് ഇഷ്ടമല്ല. കാരണം അവർ ഒരെണ്ണം അനങ്ങത്തില്ല. തെർമോമീറ്ററിൽ കടിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ, പനി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. കർത്താവ് ശബ്ദം തന്നില്ലേ? നിങ്ങൾ കേൾക്കണോ? കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മീനയുടെ ശശക്കോടുന്ന ദൈവസഭ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. 39ാമത്തെ രാത്രി കർത്താവ് ഇറങ്ങി വന്നു. 80 വയസ്സുള്ളൊരു അപ്പച്ചൻ, 80 വയസ്സുണ്ട്. കണ്ട ഞാൻ പേടി തോന്നും. ഊതിയ വീഴും. മലയാളം ഭാഷ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഊതിയ വീഴും. മോനെ, കർത്താവ് വൻകാരം ചെയ്യൂടാ. കർത്താവ് വൻകാരം ചെയ്യും. കരം ഉയർത്തിപ്പിടിച്ചോ, കരം ഉയർത്തിപ്പിടിച്ചോ. നീ കരഞ്ഞത് രഹസ്യമായിട്ടാ, നിന്റെ മറുപടി രഹസ്യമല്ല. നിന്റെ മറുപടി രഹസ്യമല്ല. യേശുപ്പച്ചൻ ചില പരസ്യമായ മറുപടിക്ക് വേണ്ടി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം നീ ചോദിച്ചത്, ഞാനൊരു പരാജയമാണോ കർത്താവേ എന്ന്. തമ്പുരാൻ ഇന്ന് രാവിലെ നിന്നോട് പറയാം, നീ ഒരു പരാജയമല്ലടാ, നീ ഒരു പരാജയമല്ല. ചിലത് വൈകിയത് തിന്മയ്ക്കല്ലടാ, നന്മയ്ക്ക് വേണ്ടിയാ. ചിലത് തിന്മയ്ക്കല്ലടാ, ചിലത് നന്മയ്ക്ക് വേണ്ടിയാടാ. ഇന്ന് പകൽ തമ്പുരാൻ നിന്നെ തൊടുന്ന പകലാ. യേശുവിന്റെ നാമത്തിൽ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനോട് പറയാ, എടാ മോനെ, ചിലത് വൈകിയത് തിന്മയ്ക്കല്ലടാ. എഴുന്നേറ്റോടാ, പ്രാർത്ഥിച്ചോടാ, കരഞ്ഞോടാ. തമ്പുരാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മഹത്വത്തെ കണ്ടോടാ. കേൾക്കണോ? ഈ ആരാധനയുടെ പരിധി വിടണം. ആരാധനയ്ക്ക് എന്ത് വെക്കല്ലേ? ഞങ്ങളുടെ ബഹുമാനി സാറൊക്കെ വിളിക്കുന്നു, ആരാധനയ്ക്ക് എന്ത് ചെയ്യല്ലേ? പരിധി വെക്കല്ലേ. നമ്മുടെ ആരാധനയ്ക്ക് എന്ത് ചെയ്യല്ലേ? പരിധി വെക്കല്ലേ. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഇപ്പോൾ ഈ സഭകൾക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ പരാജയം, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിയന്ത്രിക്കുക. നന്നായിട്ട് വെളിപ്പാട് കയറി വരുന്നു. ഞാൻ കണ്ണടയ്ക്കാതെ പറഞ്ഞിട്ട് പോകാൻ പോവാ. സ്വോത്രം കുറഞ്ഞാലും കുഴപ്പമില്ല, അല്ലേലിയ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചു ദൈവസഭയുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന ദൈവസഭ. രാവിലെ കുറച്ച് അമ്മച്ചിമാർ പ്രാർത്ഥിക്കാൻ കയറിയിട്ടുണ്ട്, പ്രാർത്ഥനാ മുറിക്കകത്ത്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ് അവരെ വിളിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചോളും. എൻ്റെ ഉറപ്പല്ല അത് തന്നെ. എൻ്റെ ജോസ് ഞാൻ പ്രസംഗിച്ചിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചോളും. പിന്നെ എനിക്കെന്നെ ഉറപ്പല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാം, ഈ ദൈവസനത്തിൽ ആരാധനയെ നമ്മൾ നിയന്ത്രിക്കരുത്, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഞാനത് പറയാൻ പോവുക. അപ്പോൾ ഈ അപ്പച്ചനിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആരാച്ചൻ IPC ചച്ചക്കോട് PMG സകല ദൈവസഭ ഒന്നിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയല്ലേ. പരിശുദ്ധമാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു, ആത്മസാന്നിധ്യം ഇറങ്ങി വന്ന്, പിടിച്ചാൽ നിൽക്കാത്ത ദൈവസാന്നിധ്യം കയറി വന്നു. ശരീരത്തിൽ ഓരോരുത്തരും ഇറങ്ങാൻ തുടങ്ങി. ഈ 90 വയസ്സുള്ള 80 വയസ്സുള്ള ഈ അപ്പച്ചൻ ഒരു പേന പെൻസിലിൻ കുത്തിയിട്ടുണ്ട് പോക്കറ്റി.
ഹൈ ഷുഗർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് തെറിച്ചു പോയി. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൈവല്ലേ, ചുമ്മാ പറയാൻ പറ്റുമോ? ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് തെറിച്ചു പോയി. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ചു, ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ ആരാധിക്കാൻ പറ്റിയെന്ന്. ആ ഭക്തൻ പറഞ്ഞൊരു പദം എന്നെ പിടിച്ചു കുലുക്കി. 50 വയസ്സേ എനിക്കുള്ളൂ, ആ ഭക്തൻ 80 വയസ്സുണ്ട്. അമ്മച്ച ആ ദൈവമനുഷ്യൻ പറഞ്ഞ പദം എന്നെ പിടിച്ചു കുലുക്കി. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പാദം മുതൽ മുട്ടുവരെ വെള്ളം വന്നാൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ കാലാ. മനസ്സിലാകുന്നുണ്ടോ? തൂത് പറയാൻ പോകുക സാറേ. പാദത്തൊട്ട് മുട്ട് വരെ വെള്ളം വന്ന് സാറേ നിയന്ത്രിക്കുന്നത് നമ്മുടെ കാലാ. പക്ഷെ മുട്ടിന് മുകളിലോട്ട് വെള്ളം വന്ന ഇതിനകത്ത് തൂത് മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് മനസ്സിലാക്കുന്ന കുറെ ആന്റിമാരും അഭിഷക്തന്മാരും കൂടെ ഒരുപ്പുണ്ട്. ഒന്ന് പ്രാപിക്ക. അതേ മാമേ, നമ്മുടെ കാലം നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. Power of the Holy Spirit. അടുത്ത ലെവലിലേക്ക് ഒന്ന് കേറുക. ആരാധനയിൽ വിടുതൽ പ്രാപിക്കട്ടെ, ആരാധനയിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, ആരാധന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പകലും അതേ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിൽ സ്നേഹിക്കുന്ന ഇവിടുത്തെ ഇംഗ്ലീഷ് സർവീസിൻ്റെ പാസ്റ്റർ, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനെ ഞാൻ ബഹുമാനിക്കുന്ന കർത്തദാസനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ മീറ്റിങ്ങിൽ ഞാൻ കുറച്ചേ പ്രസംഗിക്കുന്നുള്ളൂ. മിക്കവാറും ആഴ്ചകളും ദിവസങ്ങളിലും ഹൈദരാബാദിലും ആന്ധ്രയിലുമാണ് കർത്താവിൻ്റെ മഹത്വം കാണുന്നത്. യേശു ജീവിക്കുന്ന ദൈവമാണ് തെളിയിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എൻ്റെ പാസ്റ്ററെ, അക്ഷരാർത്ഥത്തിൽ ദൈവം യേശു ഇറങ്ങി വരുന്ന ഓരോ യോഗങ്ങളിൽ വൈദ്യശാസ്ത്രം കളഞ്ഞതും ലോകം തള്ളിയതും കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് വന്ന യോഗത്തിന് നടുക്കൊക്കെ ഇട്ടേക്കുക. അവർ തിരിച്ചു പോകുന്നത് നടന്ന. ഈ കഴിഞ്ഞ ദിവസം കൊണ്ടൂർ എന്നൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് ഈ സ്ട്രോക്ക് വന്നൊരു മനുഷ്യനെ കട്ടിലോട്, ഞാൻ ഞങ്ങളുടെ വാസോട് തിരിച്ചത്, കട്ടിലോട് കൊണ്ടം കിടത്തി. യോഗത്തിന് നടുക്ക് കട്ടിലോട് കൊണ്ട് കിടത്തി. എൻ്റെ ചങ്ക് പൊട്ടാൻ തുടങ്ങി. ഇയാൾ നടന്നു പോയില്ലെങ്കിൽ ലോകം നമ്മളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ കോശി പാസ്റ്ററെ, ഞാനൊരു കണ്ണീരോട് പറഞ്ഞു, കർത്താവ് എന്നെ മറന്നേരെ, അങ്ങേ ഓർത്താൽ മതി. അപ്പോഴെനിക്കൊരു പ്രാർത്ഥന ഓർമ്മ വന്നു. ദാനിയേൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് എന്നെ ഓർക്കണ്ട, അങ്ങേ ഓർത്തൊരു മഹത്വം ഉറങ്ങണേന്ന്. ഞാനൊരു പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്നെ അങ്ങ് മറന്നേരെ, അങ്ങേ ഓർക്കണേന്ന്. ഹല്ലേലൂയ. അവരുടെ വിശ്വാസം അത്ര വലുതാ, അവരുടെ വിശ്വാസം അത്ര. തലേ രാത്രി ഞാൻ പ്രസംഗിച്ചൊരു വചനത്തെ അവർ വിശ്വസിച്ചു. കർത്താവ് ഈ മാർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കവർന്നോവിൽ ഉണ്ടെന്ന് സ്തുതി കേട്ടപ്പോൾ ലോകത്ത് അവിടെയുള്ള സകല രോഗികളും അവിടെ ഉണ്ടായപ്പോൾ 4 പേരുടെ അകത്തൊരു വിശ്വാസം വർദ്ധിച്ചു. 4 പേരുടെ അകത്തൊരു വിശ്വാസം. നമ്മുടെ വചനം നാം മറക്കരുത്, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ആ പോയിന്റ് തൊട്ടൊരു ദൂത് വെളിപ്പാടി കയറി വരാൻ പോകുകയാണ്. അവർ 4 പേരുടെ തീരുമാനിച്ചു, ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാമെന്ന്. വേറെ എങ്ങും കൊണ്ടുപോയില്ല, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാമെന്ന്. അവിടെ കൊണ്ടു ചെന്നപ്പോൾ സാഹചര്യം അവർക്ക് എതിരാണ്, അവസ്ഥകൾ അവർക്കെതിരാണ്. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി, സാഹചര്യത്തെയും അവസ്ഥകളെയും ജയിക്കുന്ന വിശ്വാസം അവരുടെ അകത്ത് അങ്കുരിക്കാൻ തുടങ്ങി. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കേൾക്കണം, ദൂത് കയറി വരിക. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചെങ്കിൽ അവർ 4 പേരൂടെ ഒരുമിച്ച് ചുമക്കത്തില്ലായിരുന്നു. ദൂത് പറയാൻ പോകുക, നിങ്ങൾ കേൾക്കാത്ത വചന വെളിപ്പാടിലേക്ക് പോകാൻ പോകുക. അവരുടെ അകത്ത് വിശ്വാസത്തിന് ക്ഷീണം തട്ടാത്തോണ്ട് അവർ തീരുമാനിച്ചു, ഇവനെ എങ്ങനെയും യേശുവിൻ്റെ അടുക്കൽ ഇറക്കണമെന്ന്. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരുന്നെങ്കിൽ എന്ത് കണ്ട് അവർ ക്ഷീണിക്കേണ്ടെന്നറിയാമോ? നിങ്ങൾ കേൾക്ക്, വചനം അറിയാവുന്ന യുവമക്കൾ കേൾക്ക്. കുറച്ചുകൂടെ ആഴമായി പറയാം. അവർ ക്ഷീണിക്കുന്നത് എന്തെന്നറിയാമോ? വാതിലൂടെ കയറാൻ കഴിയത്തില്ലെന്ന കാഴ്ച അവരെ ക്ഷീണിപ്പിക്കും. വാതിലൂടെ ഈ മനുഷ്യനെ കയറ്റാൻ കഴിയത്തില്ലെന്ന അവസ്ഥ ഇവനെ ക്ഷീണിപ്പിക്കും. പക്ഷെ അവർ 4 പേര് പറഞ്ഞു, ഈ വാതിലില്ലെങ്കിലും നമുക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കും. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കും.
ഇന്ന് പകൽ സ്തോത്രം 4 പേര് ഒന്നിച്ചപ്പോൾ ഇന്ന് വരെ കാണാത്തൊരു വാതിൽ, ഇന്ന് വരെ തുറക്കാത്തൊരു വാതിൽ, യേശുവിന്റെ നാമത്തിൽ ജോംബാസ വെളിപ്പാട് കയറി വരിക. 4 പേര് ഒന്നിച്ചപ്പോൾ ഇന്ന് വരെ തുറക്കാത്തൊരു വാതിൽ സ്വർഗം അവിടെ തുറക്കാൻ തുടങ്ങി. ഇന്ന് വരെ തുറക്കാത്തൊരു വാതിൽ സ്വർഗം അവിടെ തുറക്കാൻ തുടങ്ങി. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ പറ, ഞാൻ ഇതുവരെ കാണാത്തൊരു വാതിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കുമെന്ന്. ഇന്ന് പകൽ ഓൺലൈനിൽ കൂടെ, മാധ്യമത്തിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആമേ, PMG ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥന നിന്നോട് ദൈവത്തെ ദൂത് പറയുന്നു. ഇന്ന് വരെ കാണാത്തൊരു വാതിൽ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വാതിൽ ഇന്ന് പകൽ നീ വിശ്വസിക്കുമ്പോ, നീ ക്ഷീണിക്കാതിരിക്കുമ്പോ നിനക്ക് വേണ്ടി തുറക്കാൻ എൻ്റെ ദൈവം ഇന്ന് പകൽ ഇതിന് നടുവിൽ ഇറങ്ങി വരികയാ. വചനത്തിന്റെ സ്പാർക്കിംഗ് നടക്കട്ടെ, വചനത്തിന്റെ സ്ഫോടനം നടക്കട്ടെ, വചന സ്ഫോടനമാകട്ടെ. ഇന്ന് പകൽ വചന സ്ഫോടനമാകട്ടെ. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ വചനത്തിന്റെ സ്പാർക്കിംഗ്, വചനത്തിന്റെ സ്പാർക്കിംഗ്, ഉപദേശവും വിശുദ്ധിയും ആരാധനയും മഹത്വവും എല്ലാം കൂടെ ഒരുപോലെ ഇന്ന് പകൽ ചർച്ചിന്റെ അകത്ത് ഒരുപോലെ വെളിപ്പെടട്ടെ. നാല് പേര് അവർ ചുമക്കാൻ തീരുമാനിച്ചു. ഇവൻ്റെ വിടുതലിന് വേണ്ടി അവർ ആദ്യം ചെയ്തത് അവർ ചുമക്കാൻ തീരുമാനിച്ചു. അവിടെ ചുമന്നുകൊണ്ട് ചെന്നപ്പോൾ നമുക്കറിയാവുന്ന വചനമാണെങ്കിൽ വെളിപ്പാട് കയറി പറയാം. അവിടെ ചെന്ന് കയറുമ്പോൾ ഇവർക്ക് ഈ മനുഷ്യനെ അകത്തോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം. ആമേ, വാതിലൂടെ കയറാൻ പറ്റത്തില്ല. അവർ വിചാരിച്ചു, ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ, ഇവനെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുകൊടുത്തില്ലെങ്കിൽ വേറെ അവസ്ഥ ഉണ്ടാകും. തിരിച്ചു ചുമക്കേണ്ടി വരും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. തിരിച്ചു ചുമക്കേണ്ടി വരും. അവർ പറഞ്ഞു, കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന വിഷയത്തെ ഞങ്ങൾ തിരിച്ചു ചുമക്കത്തില്ല. ഇന്ന് പകൽ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന വിഷയത്തെ ഞങ്ങൾ തിരിച്ചു ചുമക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന അഭിഷക്ത വൃന്ദത്തോട് ആത്മാവ് ദൂത് പറയുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു വിഷയത്തെ, നിന്റെ തലമുടി ആയിക്കോട്ടെ, നിന്റെ വീടിൻ്റെ ആയിക്കോട്ടെ, നിന്റെ ജോലിയുടെ ആയിക്കോട്ടെ, അഭിഷക്ത ശുശ്രൂഷയുടെ ആയിക്കോട്ടെ, ഇന്ന് പകൽ നീ വിളിച്ചു പറ, ഞാൻ തിരിച്ചു ചുമക്കത്തില്ല, തിരിച്ചു ചുമക്കത്തില്ല. ആ ഉറപ്പുള്ള ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ വചനത്തിന് സ്ഫോടനമായ ദൂത് വിളിച്ചു പറയാ, തിരിച്ച് ഞങ്ങൾ ചുമക്കത്തില്ല. ആമേ സാറേ, ഞങ്ങൾ തിരിച്ചു ചുമക്കത്തില്ല. ഹല്ലേലൂയ. മർക്കോസ് പറയുന്നു, അതിനവർ വഴിവിട്ടത്, അത് വന്ന ഭാരം സാറെ തിരിച്ചു ചുമക്കത്തില്ല. അതുകൊണ്ട് ഒരു വഴി കണ്ടുപിടിച്ചു. എനിക്ക് ആ വീട്ടുടമസ്ഥനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടമസ്ഥൻ പറഞ്ഞു, വീട് പോയാലും വേണ്ടില്ല, വിടുതലുണ്ടായാൽ മതിയെന്ന്. ഈ നമ്മുടെ വീടുകളിലൊക്കെ മീറ്റിംഗ് വെച്ച 2 V നടക്കും. നമ്മുടെ വീടുകളൊക്കെ മീറ്റിംഗ് വെച്ച 2 V നടക്കും. 1 വിടുതൽ നടക്കും, 2 വീട് വൃത്തിയാവും. ആമേൻ, 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 ആമേൻ. സത്യമായിട്ടുള്ളതാണ് സാറേ, സത്യമാണ്. നമ്മുടെ വീടുകളിൽ മീറ്റിംഗ് വെച്ചാൽ 2 V നടക്കും. 1 വീട് വൃത്തിയാകും, 2 വിടുതലും നടക്കും. ആമേൻ. ഈ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ വർഷങ്ങളായി പിടിച്ചു മാറ്റാത്ത സെറ്റിയും സോഫായും ആമേൻ എല്ലാം പിടിച്ചു മാറ്റുന്നത് എപ്പോഴാണ്? ആൻറ്റിയെ, വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോഴല്ലേ സ്തോത്രം ചെയ്യുന്നു. സകല ചുക്കിലി പോലെയും കാണുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുൻവശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകത്തേ ഉള്ളൂ. പുറകോട്ട് കിടക്കുന്ന ചുക്കിലുമൊക്കെ തീർക്കുന്നത് എപ്പോഴെന്നറിയോ? ഈ സഭയുടെ ഭാഷമാർക്ക് ഇതൊക്കെ പറയാൻ പറ്റൂ. സ്തോത്രം ചെയ്യുന്നു. ആമേ, നമ്മളിങ്ങനെ പിടിച്ചു മാറ്റിയൊക്കെ ഇടുന്നവരായോണ്ടാണ് ഇത് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ വിടുതൽ നടക്കും. ഈ മനുഷ്യൻ പറഞ്ഞു, വീട് പൊളിഞ്ഞാലും വേണ്ടിയില്ല, വിടുതൽ വന്നാൽ മതിയെന്ന്. അങ്ങനെയുള്ളൊരു 10 മനോഭാവമുള്ള ദൈവമക്കൾ സഭയ്ക്കകത്തുണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാണ്. ആമേ, ഹല്ലേലൂയ പറഞ്ഞില്ല. അങ്ങനെ 10 മനോഭാവമുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാ മച്ചി. വീട് പൊളിഞ്ഞാലും വേണ്ടിയില്ല, വിടുതൽ ഉണ്ടായാൽ മതിയെന്ന്. യവനെ മനസ്സിലായല്ലോ? വീട് പൊളിഞ്ഞാലും വേണ്ടിയില്ല, വിടുതൽ ഉണ്ടായാൽ മതിയെന്ന്. കർത്താവിൻ്റെ അടുക്കിലോട്ട് കുഞ്ഞനെ വചനത്തിന് ഓടിയെന്ന് മാറാ. അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഈ കർത്താവ് മുകളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് പക്ഷപാതക്കാരനെ അല്ല. എനിക്ക് ഭയങ്കര വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പറഞ്ഞത്, കർത്താവ് കണ്ടത് പക്ഷപാതക്കാരനെ അല്ല, 4 പേരൂടെ ഒരുമിച്ചിറക്കി ഐക്യതയാണ്. 4 പേരോട് ഒരുമിച്ചിറക്കി ഐക്യതയാണ്. അതിലൊരുത്തനെങ്ങാണ് സ്പീഡിലൊന്ന് ഇറക്കിയായിരുന്നെങ്കിൽ അപ്പം കർത്താവിന് ഇഷ്ടപ്പെട്ടത് 1 ഇവരുടെ ഐക്യത, 2 ഇവരുടെ മനോഭാവം. ഇവനേക്കാൾ യേശുവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവന്നവരെയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെയാ വിടുതൽ വ്യാപരിക്കുന്നത്. കർത്താവ് കണ്ടത് പക്ഷപാതക്കാരനെയല്ല, കൊണ്ടുവന്നവനെയാ. ബൈബിൾ വായിക്കുന്നതെന്നറിയാം, കൊണ്ടുവന്നവരുടെ. അങ്ങനെയല്ല ആൻറ്റി വായിക്കുന്നത്, കൊണ്ടുവന്നവരുടെ. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. അതുകൊണ്ട് 1ാമത്തെ ദൂത്,
നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന തടസ്സത്തിന് മുമ്പിൽ ഹൃദയം ക്ഷീണിക്കരുത്, മനസ്സ് ക്ഷീണിക്കരുത്. 18 സെക്കൻഡിന്റെ പ്രാർത്ഥനയ്ക്ക് ഹൃദയം ക്ഷീണിച്ചൊരു ഭക്തനെ പറഞ്ഞിട്ട് വാക്ക് ദൂതോട്ട് കയറാൻ പോകുക. 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് ലോകത്തിന്റെ പ്രതിഭാസത്തെ മാറ്റി ഒരു അഭിഷക്തൻ. ശ്രദ്ധിച്ച് കേൾക്ക്, ആഴമായ വചന വെളിപ്പാട് വരുന്നു. 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് ലോക ചരിത്രത്തെ മാറ്റിയ ഒരു മനുഷ്യൻ. അറിയാമോ ആരാന്ന്? 18 സെക്കൻഡേ പ്രാർത്ഥിച്ചുള്ളൂ. ഇന്ന് പകലിൽ ആ 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്കകത്ത് ചരിത്രം മാറ്റിയ പ്രാർത്ഥനയാണ്. ചരിത്രം മാറ്റിയ പ്രാർത്ഥന. ആ മനുഷ്യൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി. ഒന്ന് തൊട്ടിട്ട് നമ്മളെ മാറാൻ പോകുക. 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് സാറേ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിയ തീയിറക്കിയ മനുഷ്യൻ. 18 സെക്കൻഡേ പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ബാലിന്റെ പ്രവാചകന്മാർ തോറ്റു നിന്നതുകൊണ്ട് ഏലിയ പറഞ്ഞു, ഞാൻ ജയിക്കണമെന്നില്ല. ബാലിന്റെ പ്രവാചകന്മാർ തോറ്റതുകൊണ്ട്, ഉച്ചവരെ അവർ നിലവിളിച്ചത് കൊണ്ട് ഞാൻ ജയിക്കണമെന്നില്ല. ഞാൻ ജയിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. ഏലിയ പറഞ്ഞു, അവർ തോറ്റോണ്ട് ഓടിച്ചെന്ന് കാളയുടെ കയറെ പിടിച്ചില്ല, കൊമ്പ് വെട്ടിയില്ല, കുളമ്പ് വെട്ടിയില്ല, തോലുരിച്ചില്ല. ഏലിയ പറഞ്ഞു, ഇപ്പൊ നടക്കേണ്ടത് യാഗമല്ല, യാഗപീഠമാ. ഇടിയപ്പെട്ടല യാഗപീഠങ്ങളെ പണിയാൻ, യേശുവിന്റെ നാമത്തിൽ ഇടിയപ്പെട്ടല യാഗപീഠങ്ങളെ പണിയാൻ ഇന്ന് പകൽ സഭയോട് ദൈവാത്മാവ് ആഹ്വാനം പറയുന്നു. യാഗത്തിനേക്കാൾ മുമ്പ് ചില ഇടിയപ്പെട്ട യാഗപീഠമുണ്ട്. മുകൾ പരപ്പ് ശാന്തമാകുമ്പോൾ അടിച്ചു കുത്തുന്നില്ല, യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന ചില അടിവലുവുകൾ യേശുവിന്റെ നാമത്തിൽ ശക്തമായ വെളിപ്പാടിന്റെ ആഴത്തിൽ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. അടിക്കൂടെ ചില കുത്തുകൾ ഇന്ന് പകലിനകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ ആ കുന്തമൊടിയുന്നൊരു പകലായി മാറാൻ കുതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അടിവലിക്കുന്ന ഇരുളിന്റെ ശക്തികൾക്ക് ഇന്ന് പകൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു ജയത്തിന്റെ പകലായി ഈ പകൽ മാറാൻ കൊതിക്കുന്ന എനിക്കറിയത്തില്ല, ദൈവം സഭയെ വിവേചിക്കുന്നു. ഇന്ന് പകൽ ഒരു പകൽ ശുദ്ധീകരണത്തിന്റെ പകല. വൈകിട്ട് നമ്മൾ ആർപ്പിട്ട് ആരാധിക്കും. പകൽ ശുദ്ധീകരണത്തിന്റെ പകല. പകൽ കർത്താവ് എന്ന് പറയുന്നു, ജനത്തെ ശുദ്ധീകരിപ്പിൻ, നാളെ നിങ്ങൾ അതിശയം കാണും. എന്നോട് ജോൺ പാസ്റ്റർ ദൈവാത്മ പറഞ്ഞു വിട്ടത് രാവിലെ ഇത് പ്രസംഗിക്കാനാ. എനിക്കറിയില്ല. അപ്പൻ എന്നോട് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യോർദാനെ ഞാൻ കീറിക്കോളാം, യോർദാനെ ഞാൻ വഴി തുറന്നോളാം. പക്ഷെ എൻ്റെ വിഷയം യോർദാനല്ല, നിങ്ങളുടെ ശുദ്ധീകരണമാ. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചോ. നാളെ നിങ്ങൾ അതിശയം കാണും. നിങ്ങൾ യോർദാന്റെ കലക്കത്തെ കാണണ്ട, അതിന്റെ വലിപ്പത്തെ കാണണ്ട, അതിന്റെ ഒഴുക്കിനെ കാണണ്ട. അങ്ങേ കരയിൽ ഒരു ശുദ്ധീകരണം വെളിപ്പെടുമ്പോൾ നാളെ നിങ്ങൾ കാണാത്തൊരു വഴി എനിക്കറിയില്ല. വാ തുറന്ന അനുഗ്രഹം കൂടെ പറയാൻ പോകുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. നാളെ നിങ്ങൾ അതിശയം കാണാൻ പോകുക. PMG ദൈവസഭയോട്, ലോകരാജ്യങ്ങൾ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, അടയപ്പെട്ട ചില വഴികൾ മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ നോക്കി കരയാതെ മാനസാന്തരത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ മടങ്ങി വരവിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കിക്കോ. നാളെ നീ അതിശയം കാണാൻ പോകും. ഇച്ചിരി മൂർച്ചയുള്ള ദൂത് പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് കൈമാറുന്നത് വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാ, നന്മ പ്രാപിക്കാൻ വേണ്ടിയാ. കർത്താവ് പറഞ്ഞു, യോർദാനെ നിങ്ങൾ നോക്കണ്ട. എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് പരിശുദ്ധാത്മാവോട് പറഞ്ഞു, യോർദാനെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ യോർദാനെ നോക്കാനും പോകണ്ട, നിങ്ങൾ കീറാനും പോകണ്ട. അത് എൻ്റെ ഉത്തരവാദിത്തം. പക്ഷെ യോശുവായെ ജനത്തോട് പറ, ജനത്തെ വിളിച്ചുകൂട്ടിട്ട് പറ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. അപ്പം നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരിപ്പാൻ ഏൽപ്പിക്കും. നാളെ നിങ്ങളുടെ ഇടയിൽ യഹോവ അതിശയങ്ങളെ ചെയ്യുമെന്ന്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് പറഞ്ഞെങ്കിലേ അനുഗ്രഹം വരത്തുള്ളൂ. അനുഗ്രഹവും വിടുതലും ഫയറും കെട്ടുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അനുഗ്രഹമില്ലാത്തതിൻ്റെ കാരണം എന്നറിയാമോ? സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സ്തോത്രം ചുമ്മാതെ കൈയടിച്ച് അനുഗ്രഹം വരുമെന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒരുമാതിരി മാസ്മരിക ലോകത്താക്കി കൈയടിപ്പിച്ച് കീബോർഡിന്റെ ഋതം കയറി വരുമ്പോൾ ഒരു മാസ്മരിക ആരാധനയ്ക്കകത്ത് ജനത്തെ കൊണ്ടുപോകുന്ന അല്ല വിശുദ്ധയുടെ ആരാധന. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയാം. സത്യവചനത്തിന്റെ നിർമ്മല സത്യത്തിന് മുമ്പിൽ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ പറയാം, ഒരു മാസ്മരിക ലോകത്ത് പോകുന്ന ഒരു കാഴ്ചയല്ല ആരാധന. കണ്ണുനീരോടെ ജീവൻ തന്ന കർത്താവിന്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന. ദൈവം നിന്നെ നടത്തിയ വഴിക്ക് മുമ്പിൽ നിന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന. ബാക്കിയെല്ലാം ആരാധനയുടെ ഭാഗമാണ്.
തമ്പുരാൻ്റെ മുമ്പിൽ കരയാതെ എങ്ങനെ ആരാധിക്കാൻ പറ്റുന്നേ? എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ? എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് എനിക്ക് കരയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന വിട്ട് എഴുന്നേക്കും സാറേ. പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോൾ കരയാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ജൽപ്പനമാ. ആമേ, എൻ്റെ പ്രാർത്ഥന ജൽപ്പനമാ. ജാതികളെ പോലെ അത് വേണേ, ഇത് വേണേ, അങ്ങനെ വേണേ, ഇങ്ങനെ വേണേ, അത് തരണേ, ഇത് തരണേ എന്ന് പറയുന്ന ജൽപ്പനമാണ് പ്രാർത്ഥന. പക്ഷെ കണ്ണുനീരോടാകുമ്പോൾ ജൽപ്പന അങ്ങ് വിടും, ആത്മാവിൽ കയറും, ആത്മാവിൽ കയറും. പിന്നെ ജൽപ്പനം പറയില്ല, പിന്നെ ആത്മാവിൽ പോരാടും. മനസ്സിലാവുന്ന ദൈവവാസിമാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥന ജഡത്തിന്റെ കുറെ വാക്കുകൾ പറയുന്നതല്ല, ആത്മാവിൽ പോരാടുന്നതാ. ആ പോരാടി ജയം പ്രാപിച്ച അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അസാധ്യമെന്ന് പിശാച് പറഞ്ഞപ്പോ, തരത്തിലെന്ന് പിശാച് പറഞ്ഞപ്പോ, ഒടുക്കുമെന്ന് പിശാച് പറഞ്ഞപ്പോ അതിനകത്ത് ജയം തന്ന നമ്മുടെ അനുഭവമല്ലേ? രാത്രി അനുഭവമുള്ള ദൈവമക്കൾ സ്വോത്രം പറയണം. അനുഭവമുള്ള സ്വോത്രം പറയണം. അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൻ്റെ സ്വോത്രം പറയുന്നത്. ഈ ദൂത് ഇത്ര വേഗം ഞാൻ പറഞ്ഞിട്ടൊന്ന് സ്വോത്രം ചെയ്യുന്നു. ആത്മാവിൽ നമുക്കൊന്ന് പോരാടണം ഈ പകൽ. അതിനുവേണ്ടി ഞാൻ ദൂത് വേഗം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരു ജനം ദൈവത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ഒരു ജനം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നപ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട തേജസ് കൊടുക്കാതിരുന്നപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. പ്രവാചകൻ, പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന പ്രവാചകന് പേരും അഡ്രസ്സും ഒക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അകത്തെ അഭിഷേകം വലുതാ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിഴലിച്ച് കാണുന്ന നമ്മുടെ പേരല്ല, നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകമാണ്. നമ്മുടെ പേരൊന്നും വലിപ്പമൊന്നുമല്ല, നമ്മുടെ പേരല്ല കാര്യം, നമ്മുടെ മേൽ വീണ ശുശ്രൂഷയ്ക്കാണ് കാര്യം. നമ്മുടെ പേരിനേക്കാൾ വലുത് നമ്മുടെ ശുശ്രൂഷയായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നുള്ളൂ, തിസ്ബീനായ ഏലിയാവ്, അത്രേ അഡ്രസ്സേ ഉള്ളൂ. ഒന്ന് ആഹാവോട് ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. നിങ്ങൾ കേൾക്കണമേ. ഈ ഞാനെന്ന് പറഞ്ഞപ്പോൾ ആഹാവ് കണ്ടത് ഏലിയാവിനെയാ. ഏലിയാവ് പറഞ്ഞ ഞാനെന്ന് പറഞ്ഞത് ഏലിയാവല്ല, ദൈവത്തെയാ. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞത് ഏലിയാവാണെങ്കിലും പറയിച്ചത് ഏലിയാവല്ല. ഏലിയാ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞത് ഏലിയാവിൻ്റെ സച്ചരെ കണ്ടുകൊണ്ടല്ല. എൻ്റെ അകത്തൊരു ഞാനുണ്ട്. എവിടെ? ഞാനാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നു പകൽ ദൂതിനെ തള്ളിക്കളയാൻ, ദൂതിനെ പുച്ഛിക്കാൻ, ദൂതിനെ വീറ്റോ ചെയ്യാൻ ആഹാവിനെ ബലപ്പെടുത്തിയത് ഒറ്റക്കാരിയോ? ആഹാവിനെ നിർബന്ധിച്ചത് ഒറ്റക്കാരിയോ? ആഹാവ് നോക്കിയത് ഏലിയാവിനെയാ. ഇന്നു പകൽ ദൈവശബ്ദം വിളിച്ചു പറയുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ നോക്കണ്ട. ദൈവാലോചന പറയുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ നോക്കണ്ട. അവരെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, അവരുടെ അകത്ത് വീണ് കിടക്കുന്ന അഭിഷേകത്തെയാ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവരെ നോക്കി വിലയിട്ട് പോകുമ്പോൾ, അവരെ നോക്കി മാർക്കിട്ട് പോകുമ്പോൾ അവരെ അല്ല നോക്കേണ്ടത്. പറഞ്ഞത് അവരാണെങ്കിലും പറയിച്ചത് അവരല്ല. അവരുടെ മേൽ വീണ അഭിഷേകമാ. അവർക്ക് നല്ല ഉറപ്പാ. പറഞ്ഞത് ഞങ്ങളാണെങ്കിലും പറയിച്ചത് ഞങ്ങളല്ല, ഞങ്ങളുടെ അപ്പനാ. ദൈവം പറഞ്ഞു ഞാൻ പറയാതെ. എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടമാണ്, ഞാനെന്ന പദം. ഇത് തുടങ്ങുന്നത് പുറപ്പാട് 3:7. നിങ്ങൾക്കറിയാവുന്ന ഞാൻ വചനം പറഞ്ഞു വിടാം. പുറപ്പാട് 3:7 ഞാനെന്ന പദം തുടങ്ങുന്നേ. മോശയോട് പറയാം ഞാനാകുന്നവൻ. നീ പറവനോട് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാനാകുന്നു. പറവോനത് തിരിയത്തില്ല, പക്ഷെ നിനക്കത് തിരിയും. പറവോനത് തിരിയത്തില്ല, നിനക്ക് തിരിയും. എങ്ങനെ തിരിയും? സകല തീയും കെടുത്തുന്ന ഒരു കാറ്റ്, സകല തീയെയും കെടുത്തുന്ന കാറ്റ് ഹോരേബിലെ മുൾപ്പടർപ്പിൽ ഞാൻ അടിച്ചിട്ടും കയറി വരിക. വചന വെളിപ്പാട് ഒന്ന് കാത്തി കയറി പോകണം. സ്തോത്രം ചെയ്യുന്നു. ഇതൊരു സമാപന പകല് പോലെ ആയാലും കുഴപ്പമില്ല. ഹോരേബിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ കെടുത്തിയത് കണ്ട മോശ, ഒത്തിരി കണ്ട മോശ, ഒത്തിരി തീ കെട്ടുപോകുന്നത് കണ്ട മോശ, ഒത്തിരി തീ കെട്ട് ചാരം പറക്കുന്ന കണ്ട മോശ ഇപ്പൊ കാണുകയാ. ദൈർഘ്യ നിമിഷം കൊണ്ട് ഈ തീ കത്തിക്കൊണ്ടിരിക്കുക, കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഏലിയാവിന് മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. കാറ്റിന് ശക്തി ഇല്ലാത്തോണ്ടല്ല, കയറി വരിക വെളിപ്പാട്. കാറ്റിന് ശക്തി ഇല്ലാത്തോണ്ടല്ല, ഈ തീക്കെന്തോ പ്രത്യേകതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കാറ്റിന് ശക്തി ഇല്ലാത്തോണ്ടല്ല. ഇന്നലെ പലതിനെയും കെടുത്തി അതേ കാറ്റാ അടിച്ചുകൊണ്ടിരിക്കുന്നേ. ലോകത്തിൽ പലതിനെയും തല്ലി തകർത്തി അതേ കാറ്റാ നിനക്കെതിരെ അടിച്ചത്, നിന്റെ തലമുറയ്ക്കെതിരെ അടിച്ചത്. പലരും തകർന്നു പോയപ്പോ നിന്നെ നിർത്താൻ കാര്യം കാറ്റിന് ശക്തി ഇല്ലാത്തോണ്ടല്ല, നിന്റെ തീ അതിനേക്കാൾ വലുതാ.
നിന്റെ മേൽ വീണ തീ നിന്നെ നിന്റെ തലമുറയെ ശവപ്പെട്ടിക്കകത്ത് ഒതുക്കാമെന്ന് പിശാച് വെല്ലുവിളിച്ചപ്പോ, ചില കാറ്റുകൾ അടിച്ചപ്പോ അതിനെ ജയിക്കാൻ നിന്റെ മേൽ ഇറങ്ങി വന്നൊരു തീയുണ്ടല്ലോ. ചാടി എഴുന്നേക്കണമൊക്കെ എഴുന്നേക്കണം. ഇന്ന് പകൽ ഡൈനാമിക് പവർ വ്യാപരിക്കുക. ഇന്ന് പകൽ എഴുന്നേക്കണമൊക്കെ എഴുന്നേറ്റോണം. നിന്റെ മേൽ കിടക്കുന്ന ഒരു തീയുണ്ടല്ലോ, ലോകത്തിലെ ശക്തിക്ക് ഒരു കാറ്റിനും കെടുത്താൻ കഴിയാത്ത, ഒരു ശക്തിക്കും കെടുത്താൻ കഴിയാത്ത, ഒരു തീക്കും കെടുത്താൻ കഴിയാത്ത. കരമടിക്കുന്നെങ്കിൽ ആത്മാവിൽ കരമടിക്ക്. ഈ പകൽ എനിക്കറിയില്ല, യേശുവിടെ ഇറങ്ങി വരികയാ. അഭിഷക്തന്മാരോ ഒന്ന് എഴുന്നേക്കണമെന്ന് എഴുന്നേറ്റോണം കേട്ടോ. ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കുന്ന തീയുടെ വലിപ്പം അത്ര വലിപ്പോ, നിന്റെ മേൽ വീണ് കിടക്കുന്ന അഭിഷേകം അത്ര വലുതാ. ദൈവ പൈതലേ, ലോകത്തിന്റെ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ, ഇരുളിന്റെ തേഴ്ചവാഴികൾ, മന്ത്രവാദ പോരുകൾ നിനക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ അടിക്കുമ്പോ അവര് പറയാ ഇത് കെട്ടുപോകുന്നതിന്റെ കാരണം എന്നാ? നിന്റെ അകത്ത തീക്ക് അത്ര വലിപ്പമുണ്ട്. കൃപാവരങ്ങൾ വ്യാപരിക്കട്ടെ, വെളിപ്പാടുകൾ വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ തിരിച്ചു വരട്ടെ, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ തിരിച്ചു വരട്ടെ. ചില അഭിഷക്തമായ ശരീരത്തിൽ ദൈവിക സൗഖ്യങ്ങൾ നടക്കട്ടെ. ബൈബിളൊക്കെ താഴെ വെച്ച് പാളയത്തെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ, പാളയത്തെ തീയൊന്ന് കത്തട്ടെ. ദേശത്തിന്റെ അധിപതികൾ, ദേശാന്തര ശക്തികൾ ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി, ഐക്യതയ്ക്ക് വിരോധമായി, സ്നേഹത്തിന് വിരോധമായി വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ദേശത്തിന്റെ ആധിപത്യങ്ങളെ ഒടിക്കുന്ന ഒരു അഭിഷേകം. എനിക്കങ്ങ് മാത്രമേ ഉള്ളൂ. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇന്ന് മകൽ ആത്മസാന്നിധ്യം ചലിക്കുന്നു. പ്രവചിക്കുന്നതിൽ ആന്റിമാർ, പ്രവചിക്കുന്നതിൽ അഭിഷക്തന്മാർ, ദൂത് പറഞ്ഞ അഭിഷക്തന്മാർ ഇന്ന് മകൽ പറ. പറഞ്ഞത് ഞാനാ, പക്ഷെ പറയിച്ചത് ഞാനല്ല, പറയിച്ചത് ഞാനല്ല. ഇന്ന് മകൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യ ഹോളിനകത്ത് ഞാൻ ആത്മാവിൽ കാണുകയോ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞു പോലെ ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങി വരികയാ. ആളിക്കത്തുന്ന തീ പോലെ വർഷങ്ങളായി കെട്ടപ്പെട്ട ചില വിഷയങ്ങൾ ഇന്ന് മകൾ തീയിൽ അഴിയുന്നു. വർഷങ്ങളായി കെട്ടപ്പെട്ട ചിലത് അഴിയുന്നു. തീ കത്തിയാൽ ചിലത് കത്തി മാറും, തീ കത്തിയാൽ ചിലത് വെന്ത് മാറും, തീ കത്തിയാൽ ചിലത് ഉരുകി മാറും. ഇന്ന് മകൾ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നു. ജീസസ് ഇവിടെ ആരാധിച്ചു ദൈവശക്തി ആവരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ചാലിക്കുന്നു, കർത്താവിന്റെ വിടുതൽ ചാലിക്കുന്നു, ദൈവശക്തിയുടെ ചലനമുണ്ടാകുന്നു, ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടുന്നു. ആമേൻ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു, ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് പറക്കാൻ നാമത്തിൽ പറഞ്ഞു. ഞാൻ ഈ പുൾപ്പിറ്റ് വന്നിരുന്നപ്പം കർത്താവിനോട് പറഞ്ഞ വെളിപ്പാടാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്നത് കൊരിന്ത്യർ ലേഖനമാണ്. അത് രാത്രി ഞാൻ പ്രസംഗിച്ചോളാം. ഈ പകൽ കർത്താവിനോട് പറഞ്ഞ ദൂതാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി പ്രസംഗിക്കാൻ വന്നത് കൊരിന്ത്യർ ലേഖനമാണ്. അത് ഞാൻ രാത്രി പ്രസംഗിച്ചോളാം. കർത്താവിനോട് പറയുക, ആമേ ദൂത് പറയാൻ. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞെന്ന്. ഏലിയാവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കരമാണ്.
സ്വോത്രം. ചുമ്മാ നീ കയറി വന്നല്ല, ദീർഘ ദിവസങ്ങളിലെ പ്രാർത്ഥനാമുറിക്ക് തിരുന്നിട്ടാണ് വന്നേ. ഒരു ദൂതൊക്കെ 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 3 മണിക്കൂർ നിന്ന് കരയണം. ലാപ്ടോപ്പ് കൊണ്ടുവച്ചിട്ട് തോണ്ടിയിട്ട് വല്ലവനും പറയുന്ന പോയിന്റ് പറയുന്നേ കുഴപ്പമില്ല. വല്ലവനും പറയുന്നതൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. സ്വോത്രം. ഇങ്ങോട്ട് ടാബ് നൂത്ത് വെച്ച് തോണ്ടി നിൽക്കുന്നതൊക്കെ പറയാൻ എളുപ്പത്തിലോ ഒരു കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് പറയണമെങ്കിൽ കരഞ്ഞിട്ട് വന്നേ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാട് പറയണമെങ്കിൽ കരഞ്ഞിട്ട് ഞാൻ തോണ്ടുന്നവരൊന്നും കുറ്റം പറയുന്നതല്ല. ആമേ, പിതാക്കന്മാരൊന്നും തോണ്ടിയൊന്നുമല്ല പ്രസംഗിച്ചത്. അവരുടെ മേൽ വ്യാപരിച്ചൊരു അഭിഷേകം ഉണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു. ആ വചനത്തിൻ്റെ വിടുതലുണ്ടായിരുന്നു. ആമേ സാറേ, ആ വചനത്തിൻ്റെ സ്പാർക്കിംഗ് നടക്കുമായിരുന്നു. പോട്ടെ, ഞാൻ വെളിപ്പാട് പറഞ്ഞ് വേഗം പോവാം. ആമേ, നിങ്ങളുടെ സമയം എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. വെളിപ്പാട് പറയാം, ആത്മാവ് പറയാം. പറഞ്ഞ് ഞാൻ പറയാം, അത് എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും പെയ്യത്തില്ല. അടുത്ത ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത ദൂത് അഭിഷക്തന്മാർ കേട്ടോണം. ആരോട് ആ ദൂതെന്നില്ല, ആരുടെ ദൂതെന്നാ പ്രാധാന്യം. മിണ്ടല്ലേ ഇന്ന് പകൽ കേൾക്കണം. ദൈവദാസന്മാർ, ശുശ്രൂഷയുള്ള അഭിഷക്തന്മാരെല്ലാം കേൾക്കണം. ദൈവമക്കൾ കേൾക്കണം. ദൈവദാസന്മാർ കേൾക്കണം. ആരോട് ആ ദൂതെന്നില്ല, ആരുടെ ദൂതെന്നാ പ്രാധാന്യം. അതുകൊണ്ട് ചിലപ്പോൾ മുഖം നോക്കാതെ ദൂത് പറയുന്നേ. അതുകൊണ്ട് ചില മുഖം നോക്കാതെ, പണം നോക്കാതെ, നിറം നോക്കാതെ ദൂത് പറയുന്നത്. ആരോടെ ദൂതെന്നല്ല വിഷയം, ആരുടെ ദൂതാണെന്ന. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം പറയാൻ മനുഷ്യന് വ്യത്യാസമില്ല. അത് രാജാവാണെങ്കിലും, മന്ത്രിയാണെങ്കിലും, പുരോഹിതനാണെങ്കിലും, സെക്രട്ടറി ആണെങ്കിലും, ഓവർസിയർ ആണെങ്കിലും, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാം ഒരുപോലെ. ഇന്ന് പകൽ ബാമേ എത്ര സ്വോത്രാഴ്ച 500 തരുന്നവർ, 5000 തരുന്നവർ, തമ്പുരാന്റെ മുമ്പിൽ ജോഷ് പാസ്റ്റർ ഒരുപോലെ. നമുക്കെല്ലാവരും ഒരുപോലെ ഉള്ളൂ. ഒരു ദൂത് കയറി വരുന്നു. കർത്താവ് പറഞ്ഞു, എടാ ദൂത് പറഞ്ഞവനോടൊരു ദൂതുണ്ട്. അതുകൂടെ കേൾക്കേണ്ടത്. ദൂത് പറഞ്ഞവനൊരു ദൂതുണ്ട്. നീ ദൂത് പറയാൻ മാത്രം വിളിക്കപ്പെടാൻ, ദൂത് പറഞ്ഞ നിന്നോടൊരു ദൂതുണ്ട്. എടാ നീ പറഞ്ഞു നിന്നെ പോറ്റേണ്ടതിന്, ഞാൻ നിന്നെ പോറ്റേണ്ടതിന് കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ വിഷയം കാക്കയല്ല. എൻ്റെ വിഷയം കാക്കയല്ല. എൻ്റെ വിഷയം ദൈവം കൽപ്പിച്ചതുകൊണ്ടതാ. അത് മതി. ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിഷയം കാക്കയും വരുന്നൊന്നുമല്ല. അത് പറഞ്ഞു ആൻറ്റിയെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടെന്ന്. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. അവൻ അരുളി ചെയ്താൽ അങ്ങനെ സ്ഥാപിതമാക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ വിഷയത്തിന് വേണ്ടി ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ടിട്ട കുഴിയുണ്ടല്ലോ, നിന്നെ ഒതുക്കിയ കുഴി. ആമെ അച്ചാച്ചമാർ നിന്റെ വാഗ്ദത്തത്തെ തടയാൻ ആമെ കൊണ്ടിട്ട കുഴിയുണ്ടല്ലോ, ആ കുഴിക്കകത്ത് കടന്ന് തീരാതിരിക്കാൻ ആമെ മിസ്രൈമിയ കച്ചവടക്കാര റൂട്ടിനെ അച്ചാച്ചമാർ നിനക്കെതിരെ കുഴിച്ച കുഴിക്കകത്തുനിന്ന് നിന്നെ കരക്ക് കയറ്റാൻ ആമെ മിസ്രൈമിയ കച്ചവടക്കാര റൂട്ട് ദൈവം മാറ്റി. ആമേ. ഈ കാക്കയ്ക്ക് 3 പ്രത്യേകത ഉണ്ട്. കാക്കയ്ക്ക് 3 പ്രത്യേകത. നമുക്കത് എത്ര നാൾ. ഒന്നാമത്തെ പ്രത്യേകത വലിച്ചു വാരി തിന്നും. വലിച്ചു വാരി എന്തോ കിട്ടിയാലും ചതഞ്ഞ് പറിച്ച് തിന്നും. വലിച്ചു വാരി തിന്നും. രണ്ടാമത്തെ പ്രത്യേകത കൊക്കിലൊതുക്കും. ഇത് രണ്ടുകൂടെ കഴിഞ്ഞാൽ ക്രാ ക്രാ ശബ്ദം ഉണ്ടാക്കും. അപ്പോഴാ ആമേ പാളയത്തെ മൊത്തം കാക്കയും കൂടെ പറന്നു വരുന്നത്. ആമയൊക്കെ പോകുന്നു എനിക്കറിയാം. അവർക്കും കഴിഞ്ഞു, പിള്ളേർക്കുമായി, ഇനി അടുത്തുള്ളവർക്ക് കൊടുക്കണമെന്ന്. അതിനാ കൂട്ടുവിശ്വാസികളെ വിളിക്കുന്നത്. ഈ ക്രാ ശബ്ദം കേൾക്കുമ്പോൾ അടുത്തുള്ള സകല കാക്കയും വരും. അപ്പോൾ തങ്കമണി ആൻ്റെ കല്ല് ഇവർക്ക് എറിയല്ലേ, ഇത് വിളിച്ചു വരുത്തിയതാണ്. നമുക്കും പിള്ളേർക്കും കഴിഞ്ഞ വാക്കി കർത്തൃവേലയ്ക്ക് വേണ്ടി കൊടുത്തായിരുന്ന എത്രയോ നല്ലതായിരുന്നു. ഓരോ ചിലരൊക്കെ ഇതിനൊക്കെ ആമയും പറയത്തുള്ളൂ. ഞാൻ സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് വേണ്ടി കൊടുത്താൽ എത്ര നല്ലതായിരുന്നില്ലയോ. അവർക്കും കഴിഞ്ഞ് പിള്ളേർക്ക് കഴിഞ്ഞ് ഈ പോകുന്ന വഴിക്ക് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, ആദ്യത്തെ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തത് ദൈവമാണ്. സ്തോത്രം, ഞാൻ 10-17 വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്തോത്രം എന്നെ ഈ ഗൂഗിൾ ഒത്തിരി കറക്കി വിട്ടിട്ട് ഞാൻ 10:15 ഇവിടെ വരേണ്ടതാണ്. സ്തോത്രം, അതിലേക്കൂടെ കറക്കി ഇതിലേക്കൂടെ കറക്കി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ വരാൻ അറിയാലോ വിചാരേ, ഞാനിത് ഇടണ്ടായിരുന്നല്ലോ എന്ന്. സ്തോത്രം, പക്ഷെ ദൈവം അയച്ച കാക്കയ്ക്ക് വഴി തെറ്റിയില്ല. അടുത്ത ദൂത് കേൾക്കണേ. ആഹാവിൻ്റെ പട്ടാളക്കാർ ഇല എണ്ണി പറക്കിയിട്ടും കാണാത്ത ഏലിയാവിനെ ദൈവം അയച്ച കാക്ക തപ്പി നടക്കേണ്ടി വന്നില്ല. മനസ്സിലാകുന്ന അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ നിന്റെ പേര് പറഞ്ഞു വിട്ടത് വഴി മാറത്തില്ലെന്ന്. കരമുയർത്തി പറഞ്ഞു ആൻറ്റിയെ, നിന്റെ പേര് പറഞ്ഞു വിട്ടത് ദൈവം വഴി മാറ്റി വിടത്തില്ലെന്ന്.
നമ്മളൊക്കെ എന്നും ഈ വചനമൊക്കെ കേൾക്കുന്നെങ്കിൽ ചൊവ്വരുന്നങ്ങ് വായിക്കണം. വായിക്കുമ്പോൾ പുത്തൻ മെസ്സേജ് കിട്ടും നമുക്ക്. സ്തോത്രം. അങ്ങനല്ലേ പ്രസംഗിക്കണ്ടല്ലേ? തരും വരും. വഴി മാറിപ്പോകാതെ വരും. വഴി മാറിപ്പോകാതെ വരുമെന്ന്. വഴി മാറിപ്പോകാതെ വരുമക്കളെ. വഴി മാറിപ്പോകാതെ വരും. സ്തോത്രം ചെയ്യുന്നത്. ഈ ദൈവം അയച്ച കാക്ക എനിക്ക് മനസ്സിലായില്ല. ദൈവം അയച്ച കാക്ക വഴി മാറിപ്പോകാതെ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തു. ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തു. സ്തോത്രം. വഴിക്ക് വെച്ച് കാക്കയുടെ വലം കെട്ടി അടുത്ത കൊമ്പിൽ കൊണ്ട് വലിച്ചു കയറി കൊത്തി തിന്നുന്ന കാക്ക എങ്ങനെ കൊത്താതിരിക്കുന്ന അറിയാമോ? കർത്താവ് കൽപ്പിച്ചു, ഇത് ഏലിയാവിൻ്റെ കൈ കൊടുക്കും വരെ ചുണ്ടും കാലും മുറുക്കി പിടിച്ചോണോന്ന്. ചുണ്ടും കാലും മുറുക്കി പിടിച്ചോണോന്ന്. ഗലീലക്കടലിന്റെ കുഞ്ഞോളങ്ങൾ ഊളിയിട്ടിറങ്ങുന്ന കോടി മത്സ്യങ്ങളുള്ളപ്പോൾ ഒരു മീൻ്റെ വായിൽ ദ്രഹ്മപ്പണത്തെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇതാരുടെ ചൂണ്ടയിലും കുരുങ്ങരുത്. ഇതാരുടെ ചൂണ്ടയിലും കുരുങ്ങരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇതാരുടെ ചൂണ്ടയിലും കുരുങ്ങരുത്. ഇത് 10,000 ചൂണ്ട ഇട്ടോട്ടെ, 10,000 ചൂണ്ട ഇട്ടോട്ടെ, 10,000 വല ഇട്ടോട്ടെ. പക്ഷെ കോശി പാസ്റ്റേ, ആ വലയിലൊന്നും ഇത് കയറത്തില്ല. ഇത് കയറത്തില്ല മോനെ. അവൻ ഇത് കയറത്തില്ല. ഇത് കയറാൻ ഇന്ന് പകൽ ദൈവം പറയാം, അത് കയറാൻ ചില വലകൾ താണ്ടെ, ചില ചൂണ്ടകൾ നിനക്കെതിരെ ഇട്ടിട്ട് ആ മീനകത്ത് കയറിയില്ല. പക്ഷെ പത്രോസിന്റെ ചൂണ്ട വന്നപ്പോ ചാടി കയറി പിടിച്ചു. എന്തെന്നറിയാമോ? അത് നിനക്ക് വേണ്ടി മാറ്റിയിട്ടതാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, നിനക്ക് വേണ്ടി മാറ്റിയിട്ടതാ. വേറൊരിടത്തോട്ട് പോകത്തില്ലെന്ന്. ഒന്ന് സ്വത്രത്തോടെ പറ. കുവൈറ്റ് മാറ്റിയിട്ടില്ലേ? നമുക്ക് വേണ്ടി മാറ്റിയിട്ടത് വേറൊരു വഴിക്കോട്ട് പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നമ്മുടെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഈ രാവിലെ വൈകിട്ടും കാക്ക വരും. കംഫോർട്ട് സോണാ ദൂത് പറയാൻ പോവാന്നേ. മാന്യമായിട്ട് ദൂത് പറയാൻ പോവാ. ഈ കംഫോർട്ട് സോണ രാവിലെ വൈകിട്ടും കാക്ക വരും. അപ്പം കിട്ടും, ഇറച്ചും കിട്ടും. റോയൽ ഫുഡല്ലേ. നല്ല തെളിഞ്ഞ വെള്ളവും. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഇവൻ്റെ കംഫോർട്ട് സോണ് പൊളിച്ചേ പറ്റൂ. ഇവൻ്റെ കംഫോർട്ട് സോണ് പൊളിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെട്ട ദൂത കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. ഇവൻ്റെ കംഫോർട്ട് സോണ് പൊളിക്കണം. എന്തിനെന്നറിയാമോ? കാക്കയും കരിയത്തും ഒരുപോലെ നിന്നാൽ ഈ കംഫോർട്ട് സോണിൽ ഇവർ ഇരുന്ന് പോകും. ഇവനെ വിളിച്ചത് ഈ കംഫോർട്ട് സോൺ കൊണ്ട് ഇരുന്ന് തീരാനല്ല, അപ്പുറത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. അപ്പുറത്തെ വെളിപ്പാടിന് വേണ്ടിയാ. അപ്പുറത്തെ നിയോഗത്തിന് വേണ്ടിയാ. ചിലരുടെ മേൽ കൃപയുടെ പുതപ്പിടാനാ. മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെ മേൽ കൃപയുടെ പുതപ്പിടാനാ നിന്റെ ചില കംഫോർട്ട് സോൺ ദൈവം പൊളിച്ചത്. സാറേ, ദൈവം പൊളിച്ചത് ചുമ്മാതല്ല. മനസ്സിലാകുന്നുണ്ടോ? ചില കംഫോർട്ട് സോണുകൾ ദൈവം പൊളിച്ചത് എന്തിനെന്നറിയാമോ? നീ അവിടെ എഴുന്നേൽക്കാനാ. അവിടെ ഇരുന്ന് പോകും. നീ അവിടെ ഇരുന്ന് പോകും. വർഷങ്ങൾ മാസങ്ങൾ കാക്ക വരും. നീ അവിടെ ഇരുന്ന് പോകും. ദൈവം പറഞ്ഞു, ഏലിയാവേ, നീ അവിടെ ഇരിക്കേണ്ടവനല്ല. അടുത്തൊരു ശുശ്രൂഷ നിനക്കുണ്ട്. നമ്മുടെ ചില കംഫോർട്ട് സോണുകൾ ദൈവം പൊളിച്ചപ്പോൾ ചോദിച്ചില്ലേ, എന്തിനാ പൊളിച്ച്? കർത്താവിനോട് ചോദിച്ചില്ല, എന്തിനാ പൊളിച്ചത്? ഞാൻ അവിടെ ഇരിക്കത്തില്ലായിരുന്നു. ദൈവം പറഞ്ഞു, എനിക്കറിയാം അവിടെ നീ അവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം. ആ കംഫോർട്ട് സോണിൽ നീ അവിടെ ഇരുന്ന് പോകും. എനിക്കത് നന്നായിട്ട് അറിയാം. എന്നാൽ നിന്റെ വിളിയുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം ചലിക്കണമെങ്കിൽ ആ കംഫോർട്ട് സോണ് പൊട്ടണം. നീ കരയണമെങ്കിൽ, നീ പ്രാർത്ഥന മുറിക്കകത്ത് കരയണമെങ്കിൽ ചില കംഫോർട്ട് സോണുകൾ പൊട്ടണം. വെളിപ്പാട് കയറി വരുന്നു. ഇത്ര വലിയ ജനക്കൂട്ടം ഇരിക്കുമ്പോൾ എല്ലാവരുടെ ദൂത് പറയാൻ പറ്റത്തുണ്ട്. വചനത്തിന്റെ ദൂത് പറയാം. നിന്റെ ചില കംഫോർട്ട് സോൺ ദൈവം പൊളിച്ചത് നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാ, നിന്നെ തമ്പുരാന്റെ മുമ്പിൽ ഇരുത്താനാ, കരയാൻ പഠിപ്പിക്കാനാ, നിന്നെ തമ്പുരാന്റെ കൂടെ ഇരുത്താനാ. മനസ്സിലായോ? ചില കംഫോർട്ട് സോൺ ദൈവം പൊളിച്ചത്. രാവിലെ അമ്മയിട്ടും കാക്ക വരും. ദൈവം കാക്കയോട് പറഞ്ഞ് പോകണ്ടെന്ന്. ദൈവം പറഞ്ഞാൽ അവിടെ നിൽക്കുമോ? അത് ദൈവം പറഞ്ഞ് കാക്കയോട് പോകണ്ടെന്ന്. കാക്കയോട് നീരൊഴുക്കണം പറഞ്ഞു അവിടം വരെ വരണ്ടെന്ന്. ഇച്ചിരി കേൾക്കണം. ഇത് ദൈവം പറഞ്ഞാൽ നിൽക്കുമെന്ന്. ദൈവം പറഞ്ഞാൽ എല്ലാം നീരൊഴുക്കും നിൽക്കും. ദൈവം പറഞ്ഞ ഒഴുകാത്തൂടെ ഒഴുകും. യോശാഫാത്തെ, നീ അങ്ങ് വെട്ടിക്കോ. കാറ്റ് നോക്കാതെ നീ അങ്ങ് വെട്ടിക്കോ. കുഴി നോക്കാതെ ഈ മഴ കാണാതെ അങ്ങ് വെട്ടിക്കോ. പക്ഷെ നാളെ നിന്റെ ഉറവ അറിഞ്ഞാൽ പോരായോ? അത് ഞാൻ ഏറ്റെടുത്തെന്ന്. ഒറ്റ രാത്രി കൊണ്ട് ഏതോ വഴിയായി ജലം പുറപ്പെട്ടു വന്നു. ഏതോ വഴി എന്ന് പറയുമ്പോൾ എന്നറിയാമോ? ആ വചനം ചുമ്മാ ഏതോ വഴി പുറപ്പെട്ടു വന്നെന്ന് പറഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? വടക്ക് പടിഞ്ഞാറായിട്ട് ചരിഞ്ഞു കിടക്കുന്ന ഏതോമിൽ കൂടെ വെള്ളം വരത്തില്ലെന്ന് ശാസ്ത്രം പറയുമ്പോൾ ദൈവം പറയുക, ഞാൻ അതിലേക്കൂടെ ഒഴുക്കുമെന്ന്.
സ്തോത്രം സ്തോത്രം സ്തോത്രം. എനിക്ക് അതൊന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരണം. സ്തോത്രം ചെയ്യുന്നു. ആമേ. ഈ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് കാക്ക നിന്നു. ആവലാതി വരുന്ന എപ്പോഴെന്നറിയാമോ? കംഫോർട്ട് സോണ് പൊളിയുമ്പോഴാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന എപ്പോഴെന്നറിയാമോ? കംഫോർട്ട് സോണ് പൊളിയുമ്പോഴാണ്. ഈ ഞങ്ങളുടെ അടൂര് ഭാഷ, ഞാൻ അടൂരുകാരനാണ്. ഈ സന്തോഷമുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്, മാത്തനിതാ മറിയുന്നേ മറിയാമേ കാത്തോണേന്ന്. 2-3 വാക്ക്. പക്ഷെ ഇച്ചിരി കംഫോർട്ട് സോണ് പൊളിയുമ്പോഴോ, ഒരു ശോധന വരുമ്പോഴോ, ഒരു വേദന വരുമ്പോഴോ നമ്മളെ ചാർജ് അതൊക്കെ എപ്പോഴെന്നറിയാമോ? ഞാൻ പരിശുദ്ധം പറയാം. ജോൺ പാസ്റ്ററെ കോച്ച് പാസ്റ്ററെ സാറേ, നമ്മുടെ ശുശ്രൂഷയെ പ്രാപ്തയാക്കി എവിടെ നിന്നറിയാവോ? നമ്മൾ ചാർജ് എവിടെ നിന്നറിയാവോ? നമ്മുടെ കംഫോർട്ട് സോണിലല്ല, നമ്മുടെ പ്രതിസന്ധിയിലാ. നമ്മൾ ചാർജ് ആയത് നമ്മുടെ പ്രതിസന്ധിയിലാ. അഭിഷേകന്മാരെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയത് നമ്മുടെ പ്രതികൂലത്തിലാ, നമ്മുടെ പ്രശ്നത്തിലാ. ദൈവം നമ്മെ ചാർജ് ആക്കിയേ. നമ്മുടെ പ്രശ്നത്തിലാണ് നമ്മളെ ചാർജ് ആക്കിയത്. ദൈവം പറഞ്ഞു, ആമേ കർത്താവെ കരിയത്തും പറ്റി കാക്കാൻ പറ്റി. ഞാൻ കഥയൊന്നും പറയാൻ വരുമല്ല കേട്ടോ, എനിക്കറിയാം ഞാൻ കഥ പറയുന്ന ആളുമല്ല. കരിയത്തും പറ്റി കാക്കയും വന്നില്ലെന്ന്. തമ്പുരാൻ ചോദിച്ചു, നിന്റെ കണ്ണീര് പറ്റിയില്ലല്ലോ. കരിയത്തല്ല പറ്റിയുള്ളൂ, നിന്റെ കണ്ണീര് പറ്റിയില്ലല്ലോ. കണ്ണുനീര് പറ്റാത്ത നിനക്ക് വേണ്ടി അടുത്ത ഒരിടം തുറന്നു കഴിഞ്ഞു. ആമേ. അടച്ച് കഴിഞ്ഞിട്ടല്ല തുറക്കുന്നേ, തുറന്നിട്ടേ അടയ്ക്കൂ. മനസ്സിലാകുന്നുണ്ട്? സ്വത്രം പറഞ്ഞു. ആമേ. അടച്ച ചിലതൊക്കെ തുറന്നു കഴിഞ്ഞു, തുറന്നിട്ടേ അടയ്ക്കൂ. അടച്ചിട്ടല്ല തുറക്കുന്നേ, തുറന്നിട്ടേ അടയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഉറപ്പോടെ പറ, ആമേ. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം പറ. അവിടെ ഒരു വ്യത്യസ്തമായ വെളിപ്പാടൊന്ന് ഓടിക്കേറിപ്പോണോ. തമ്പുരാൻ പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ പോറ്റേണ്ടതിന് സീദോനിലെ സാരാഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. എന്താ ഏലിയ ഉറപ്പോടെ പോകാൻ കാരണം? ബുദ്ധിക്കെത്താത്ത ഒരു ദൂത് നിറവേറി. ചിന്തകൾക്കെത്താത്തൊരു ദൂത് നിറവേറി കഴിഞ്ഞു. എന്ത്? കാക്കെ കൊണ്ട് പോറ്റാന്ന് പറഞ്ഞത് തമ്പുരാൻ നിറവേറ്റിയെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒരു ഉണ്ണിയപ്പം പോലും കയ്യിലിരുന്നാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തു വിട്ട കർത്താവ് എത്ര വലിയവനാ. ആമേ. നമ്മുടെ കൊച്ചുങ്ങളുടെ കയ്യിൽ ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന, അമ്മമാർക്ക് മനസ്സിലാകുന്ന ഒരു ദൂത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കൊച്ചുങ്ങളിൽ ഉണ്ണിയപ്പം വരുന്ന തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്കയുടെ കയ്യിൽ ആമേ അപ്പം കൊടുത്തു വിട്ട കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന്. എൻ്റെ സാറേ, അത് മാത്രം ഓർക്കുമ്പോൾ നമുക്ക് സ്വോത്രം വരത്തില്ലേ? അല്ലേ സാറേ? നമ്മുടെ കയ്യിൽ ഒരു കൊച്ചു ഉണ്ണിയപ്പം വരുന്ന തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കാക്കയുടെ കയ്യിൽ അപ്പം കൊടുത്തു വിട്ട ഒരു ദൈവം എത്ര വലിയവനാണെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു. നല്ല വെളിപ്പാട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ ദൈവ സാന്നിധ്യം. ഞാൻ ചോദിക്കേണ്ട, ദൈവം തുറന്നാൽ എങ്ങനെയെന്നറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പാട്, ഇതൊക്കെ വെളിപ്പാട് ഇങ്ങനെ കയറി വരിക. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി ദൈവം വെള്ളം കൊടുത്തു. ആമേ. തീക്കൽ പാറയുന്ന ദൈവം വെള്ളം പുറപ്പെടുവിച്ചു. എവിടെ പുറപ്പെടുവിച്ച? മരുഭൂമിയിലാണ് പുറപ്പെടുവിച്ചത്. മരുഭൂമിയിലോട്ട് വെള്ളം വന്ന ആദ്യത്തെ ലക്ഷണം അറിയാമോ? ഈ മരുഭൂമിയിലോട്ട് വെള്ളം വന്ന ഭൂമി അതിനെ വേഗം വാ തുറന്ന് അകത്തോട്ട് വലിക്കും. തീക്കൽ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തെ ഭൂമി വേഗം താഴോട്ട് വലിക്കും. സൂര്യൻ മേപ്പോട്ട് വലിക്കും. പക്ഷേ ഭൂമി താപ്പോട്ടും വലിച്ചില്ല, സൂര്യൻ മേപ്പോട്ടും വലിച്ചില്ല. നിന്റെ പാടയത്തിൽ കൂടെ ഒഴുകാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ഏതൊക്കെ ശക്തികൾ വലിക്കുമെന്ന് വെല്ലുവിളിച്ചാലും അതിന്റെ നടുവിൽ പറയണോ, അത്യുഗ്ര ചൂടോടെ നിൽക്കുന്ന സൂര്യൻ മേപ്പോട്ട് പിടിച്ചില്ല. ചുട്ടുപഴുത്ത മരുഭൂമി താഴോട്ട് പിടിച്ചില്ല. കാരണം ഇത് താഴോട്ടും മേപ്പോട്ടും പിടിക്കാനുള്ളതല്ല, നിനക്ക് കുടിക്കാനുള്ളതാ. ദൈവം നിന്റെ പാളയത്തിൽ കൂടെ നിനക്ക് കുടിക്കാൻ ഒഴുക്കിയതാ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഉറക്കെ ഉച്ചത്തിൽ അവർ മനസ്സിലാക്കിയവർ ഹല്ലേലൂയ പറ. എടോ, കോട്ട മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ദൈവം ഉറവ തുറന്നത് ഭൂമിക്ക് കുടിക്കാനല്ല, നിനക്ക് കുടിക്കാനാ. ജീസസ്. ഭൂമിക്ക് കുടിക്കാനല്ല, നമുക്ക് കുടിക്കാൻ. ഇങ്ങനെയൊക്കെ ചില വചനത്തിന്റെ വെളിപ്പാട് കേൾക്കുമ്പോൾ നമ്മൾ ആർത്ത സ്വത്രം പറയും. അല്ലേ? മരുഭൂമിയിൽ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം, മരുഭൂമിയിൽ വിദേശ രാജ്യത്ത് താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം. അയ്യോ, ജൂൺ ജൂലൈ മാസത്തിലൊക്കെ സ്തോത്രം മുട്ട കൊണ്ടുവന്ന് പൊട്ടിച്ച് ഒഴിച്ച വലിയ ഞങ്ങളുടെ ആൻറ്റി പിടിപ്പുണ്ട്. സ്തോത്രം ചെയ്യുന്ന അത്ര ചൂടാണ്. കുവൈറ്റിലൊക്കെ മണൽ പഴുക്കുന്ന ചൂട് കണ്ടിട്ടില്ലേ? നമ്മുടെ രാജ്യങ്ങൾ കർത്താവിൻ്റെ കുറിവെ പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും. ആ സമയത്തൊക്കെ വെള്ളം ഒഴിച്ച ഷൂന്ന് ശബ്ദം കേൾക്കും, പിന്നെ വെള്ളം കാണത്തില്ല. അങ്ങനെയുള്ള കൊട്ട മരുഭൂമിയിൽ തീർക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചിട്ട് ഭൂമി
ഭൂമി താപ്പോട്ട് പിടിച്ചില്ല. എൻ്റെ ജോമച്ച കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതായത്, ഭൂമി താപ്പോട്ട് പിടിച്ചില്ല, സൂര്യൻ കോശാറ മേപ്പോട്ടും പിടിച്ചില്ല, അത് ഒഴുകി നിന്റെ പാളയത്തിൽ കൂടെ നടന്നെന്ന്, നിന്റെ പാളയത്തിൽ ഒഴുകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു ദൂത് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ രഫീദീമിലെത്തി. എത്തിയപ്പോൾ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയോ? കയ്പ. അവർ കുടിച്ചു നോക്കിയപ്പോൾ വെള്ളമുണ്ട്, പക്ഷെ കയ്പ. അവർ പറഞ്ഞു, ഈ മാറയെ ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നതെന്ന്. കർത്താവ് പറഞ്ഞു, ഇല്ലടാ, മാറയ്ക്ക് അപ്പുറത്തൊരു മധുരത്തെ ഞാൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ മാറയുടെ അരികിലൊരു മരം നിപ്പുണ്ട്. ആമേ, ഒരു മരം നിപ്പുണ്ട്. ദൈവം പറഞ്ഞു, മോശേ, ഒരു മരം അവിടെ നിപ്പുണ്ട്, അത് വെട്ടി എന്ത് ചെയ്യണം? അതിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിയിടണം. അപ്പൊ കർത്താവ് എന്നോട് ഒരു ദൂത് പറഞ്ഞു, ഈ മരം കുടിച്ച വെള്ളവേദ കേൾക്കണ ദൂത്, ഈ മരം കുടിച്ച വെള്ളവേദ ചോമച്ച, ഈ മരം കുടിച്ച വെള്ളം ഈ കയ്പല്ലേ, പക്ഷെ ഇത് കുടിച്ചത് കയ്പാണെങ്കിലും ഇത് പുറപ്പെടുവിച്ചത് കയ്പല്ല. മനസ്സിലാകുന്ന ദൈവമക്കളുണ്ടോ? ഇന്ന് പകൽ ദൂതകത്ത് കയറുന്ന ദൈവമക്കളുണ്ടോ? ആമേ, രഫീദീമിലെ വൃക്ഷം കുടിച്ചത് മുഴുവനും കയ്പ് വെള്ളമാ, പക്ഷെ അത് പുറപ്പെടുവിച്ചത് കയ്പല്ല. ഇന്ന് പകൽ കയ്പ് നിരുതി കുടിക്കുന്നെങ്കിലും പുറപ്പെടുവിക്കേണ്ടത് മധുരമാ. ഇത് മധുരം കഴിച്ചിട്ട് കയ്പ് പുറപ്പെടുവിക്കുന്ന ഒരു പെന്തക്കോസ്ത് ലോകത്തിൽ ഇന്ന് പകൽ അകത്ത് വെളിപ്പാട് കിട്ടിയ ദൈവം ഇതിൽ പറ. കരമടിക്കാനൊക്കെ പറ്റുന്നില്ല, കരമടിക്ക്. ഇത് മധുരം കുടിച്ചിട്ട് കയ്പ് പുറപ്പെടുവിക്കുമ്പോ ഇച്ചിരി കൊള്ളുന്നു ദൂത്. എനിക്ക് കൊള്ളുന്നു, നിങ്ങൾക്കും കൊള്ളുന്നു. നിങ്ങളെ എന്നെ കൊണ്ട് നിർത്തി ഈ സർക്കിൾ നിർത്തിയിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോകുകയാണ്. നമ്മൾ മധുരം കുടിച്ചിട്ട് കയ്പ് പുറപ്പെടുവിക്കുമ്പോൾ രഫീദീമിലെ മരം കയ്പ് കുടിച്ചിട്ട് മധുരം പുറപ്പെടുവിച്ചു. സ്തോത്രം പറഞ്ഞ് ആരാധിക്കുക ദൈവമക്കളോട് പറ, മധുരം കുടിച്ചിട്ട് നീ കയ്പ് പുറപ്പെടുവിക്കരുത്. ആമേ, ആഹ്വാനം ദൈവസഭയോട്, മധുരത്തെ കഴിച്ചിട്ട് കയ്പ് പുറപ്പെടുവിക്കരുത്. അത് ദൈവത്തിന് ഹിതമല്ല. ജീസസ്, ഹല്ലേലൂയ. ഓടിച്ചെന്നു പോകുന്ന വഴിക്ക് ദൈവത്തിൻ്റെ ദാസൻ ചെന്ന് കയറി ചെല്ലുമ്പം ഈ വിധവയെ കണ്ടു. പുതിയമത്തിലൊക്കെ വൈകിട്ട് ഓടി വരണം. വിധവയെ കണ്ടു. എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ? ചോദ്യം നല്ലതാ. ഒരു പാത്രത്തിൽ കുറെ വെള്ളം. ഡീസന്റ് ചോദ്യമാ. ഡീസന്റ് ഒന്ന് വായിച്ചോ. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പേർക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. കണ്ണുകൊണ്ട് അളന്നതും ഹൃദയം കൊണ്ട് വളർന്നു. അവൾ കണ്ണുകൊണ്ട് വളർന്നു, ഹൃദയം കൊണ്ട് വളർന്നു. അതുകൊണ്ട് ആ പ്രവാചകനോട് പറയാൻ പറ്റിയേ, തലേ രാത്രി അളന്നു. തലേ രാത്രി കണ്ണുകൊണ്ട് അളന്നത് കലത്തിലെ അളവ്, ഹൃദയം കൊണ്ട് അളന്നത് നാളെ എന്താകുമെന്ന്. സ്തോത്രം ചെയ്യുന്നു. തലേ രാത്രി കണ്ണുകൊണ്ട് വളർന്നു, ഹൃദയം കൊണ്ട് വളർന്നു. കണ്ണുകൊണ്ട് അളന്നത് കലത്തിലെ അളവ്. കേക്ക് കണ്ണുകൊണ്ട് അളന്നത് കലത്തിലെ അളവാ, ഹൃദയം കൊണ്ട് അളന്നത് നാളെ എന്താകുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ടൊരു പ്രവാചകം എന്ന് പറയുന്നു. അല്ലാതെ അവിശ്വാസം പറഞ്ഞല്ല. പ്രസംഗിക്കുന്നവരൊക്കെ എന്തൊക്കെയാ പറയുന്നറിയാവോ? ആ സഹോദരി അവിശ്വാസം പറഞ്ഞു, അവൾ പരമാർത്ഥം പറഞ്ഞത്. ആ സ്ത്രീ കള്ളം പറഞ്ഞല്ല, പച്ച പരമാർത്ഥ പറഞ്ഞേ. അവൾ അവിശ്വാസമല്ല പറഞ്ഞ, പച്ച പരമാർത്ഥ പറഞ്ഞേ. കഴിച്ചിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ നാളെ മരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ഇത്രേ ഉള്ളൂ. എൻ്റെ പാസ്റ്ററെ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇത് കഴിഞ്ഞാൽ വേറൊരു വഴിയില്ല. ഇത് കഴിച്ചിട്ട് നാളെ അങ്ങ് മരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വഴിയില്ല. അപ്പൊ ഏലിയ പറഞ്ഞു, അത് നിന്റെ വിചാരം. അതിനേക്കാൾ നിന്നെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവം എന്നെ ഇവിടെ പറഞ്ഞയച്ചെന്ന്. അത് നിന്റെ വിചാരമാ, പക്ഷെ അതിനെ പൊളിക്കാനാ ഇന്ന് വരെ നിന്റെ അടുക്കലേക്ക് ദൈവം എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്. എന്നെ പറഞ്ഞു വിട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്നലെ നീ അളന്നത് ദൈവം അറിഞ്ഞു. സ്വോത്രം 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 സ്വോത്രം. കർത്താവിൻ്റെ കൃപയ്ക്ക് ഈ മനുഷ്യന്, ഈ ദൈവദാസി ഓടി ചെന്ന് സ്വോത്രമൊക്കെ പറഞ്ഞ്, നിങ്ങളുടെ അമ്മച്ചിമാരൊക്കെ അല്ലേ, ഓടി ചെന്ന് സ്വോത്രമൊക്കെ പറഞ്ഞ് എണ്ണയൊക്കെ നന്നായിട്ട് വരട്ടെ ഒരു അപ്പമൊക്കെ കൊണ്ട് ഏലിയാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇവൾ തിരിച്ചു പോയപ്പോൾ ഇവിടെ കണ്ണുകൾക്ക്, ഇന്നലെ അളന്ന ആ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച. ആ കർത്താവിന് കൊടുത്താൽ ഇങ്ങനെ, കർത്താവിന് കൊടുത്താൽ ഇങ്ങനെ. ഇന്ന് പകൽ കർത്താവിന് കൊടുത്ത ദൈവദാസിക്ക് കൊടുത്തത്, എൻ്റെ അപ്പൻ എന്നെ ഒറ്റയടി അടിച്ചിട്ടുള്ളൂ. എൻ്റെ അപ്പൻ എന്നെ ഒറ്റയടി.
എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ ലൈവിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തുറന്നങ്ങ് പറയാം, എൻ്റെ അപ്പൻ എന്നെ ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ. അടിച്ചത് എൻ്റെ പാസ്റ്റർക്ക് കപ്പ പിഴുതു വെക്കുമ്പോൾ അതിനകത്ത് മണ്ണിരുന്നു, മണ്ണ്. ആ മണ്ണ് എൻ്റെ അപ്പൻ വെള്ളം കോരി, അന്ന് മോട്ടോർ സംവിധാനമൊന്നും ഇല്ലാത്ത കാലം, പൈപ്പൊന്നും ഇല്ലാത്ത കാലം, കിണറ്റിലെ വെള്ളം കയറുകൊണ്ട് വലിച്ചു കോരിയിട്ട് എൻ്റെ അപ്പൻ ആ മണ്ണ് കഴുകിക്കളഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർക്ക് എന്നാ പണിയെന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ പാസ്റ്ററാകുമെന്ന്, ദശാംശം മേടിക്കേണ്ട ആളാവുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ സാക്ഷ്യം അറിയാവുന്ന, ഞാൻ ജീവനുണ്ടെങ്കിൽ സുവിശേഷം പ്രസംഗം ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ ആളല്ലേ, ഒരു പാസ്റ്റർ പണിക്ക് എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ആളല്ലേ. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പാസ്റ്റർ ആവുമെന്ന്. തമ്പുരാൻ പറഞ്ഞു, ഇല്ലടാ, നാളെ നിനക്കും തരാമെന്ന്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ആ കമ്പനി എന്നെ അടിച്ചത് എനിക്ക് സങ്കടമായി പോയത്. അത് ഞാൻ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി 100 രൂപ അന്നത്തെ കാലത്ത് ചിലവാക്കി കാട്ടിനകത്ത്, സ്തോത്രം, കാട്ടിൽ താമസിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് വെട്ടിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന കമ്പ. അന്ന് ഞാൻ ഓടുന്ന കാലത്ത്, കാളയുടെ കൂടെ ഓടുന്ന കാലത്ത്, സ്തോത്രം, അതിനു വേണ്ടി വെട്ടിയതാ. അത് വെച്ച് എന്നെ അടിച്ചു, ഒറ്റയടി. തൊടയുടെ മാംസവും തോലും എല്ലാം ഇവിടെ പറഞ്ഞു വന്നു. ആ കമ്പിന് അടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആ കമ്പിന് എന്നെ അടിച്ചതാ. എന്നിട്ട് അപ്പം പറഞ്ഞു, കൊടുത്തത് നീ പാസ്റ്റർക്കല്ല, ദൈവത്തിനാ. കൊടുത്തത് നീ പാസ്റ്റർക്കല്ല, നീ ദൈവത്തിനാ. ദൈവത്തിന് കൊടുത്താൽ കർത്താവിൻ്റെ ദാസന്മാർ കൊടുത്താൽ തരുന്നത് അവരല്ല, സ്വർഗത്തിന് ദൈവം. പറയുന്നവകൾ, കൊടുത്തത് കർത്താവിനാണ്, തരുന്നത് കർത്താവാണ്. കൊടുത്തത് കർത്താവിനാണോ, തരുന്നത് കർത്താവ്. ദൂത് കയറി വരുന്നു കേട്ടോ, പാസങ്ങൾ ഒരു ദൂത് കയറി വരുന്നു. കലത്തിൽ കവിഞ്ഞൊഴുകിയില്ല, പക്ഷെ ഇവിടെ കണ്ണുകൾ ഇന്നലെ അളന്ന അതേ അളവുണ്ട്. ഇന്നലെ അളന്ന അതേ അളവുണ്ട്. സ്തോത്രം ചെയ്യുന്നു. മോന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതേ അളവുണ്ട്. അപ്പം അവൾക്കൊരു കാര്യം മനസ്സിലായി, ഈ അളവിന് താഴോട്ട് ഇനി പോകത്തില്ല. എപ്പോൾ വരെ? ക്ഷാമം തീരും വരെ. ആവശ്യത്തെ ക്ഷാമം തീരും വരെ ഈ അളവിന് താപ്പോട്ടത് പോകത്തില്ല. ഇന്ന് മകൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ഞാൻ പറയാം, ഈ അളവിന് താപ്പോട്ടത് പോകില്ല. പറയാം, സ്വത്രം, ഈ അളവിന് താപ്പോട്ടത് പോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അപ്പം അവക്കൊരു ഉറപ്പുണ്ടായി. അവക്ക് സ്വത്രം ഏലിയാവിന് കൊടുത്തു, മോനോട് കൊടുത്തു, അമ്മാമ്മയ്ക്കൂടെ ഒരെണ്ണം എടുത്തപ്പോൾ അവക്ക് ഉറപ്പായിട്ട് പറഞ്ഞു, ഈ അളവ് തീരത്തില്ല. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ വചനം ഞാൻ ഒത്തിരി അടിയറയിട്ടൊരു വാക്ക് പറയാം. 3 അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവക്ക് മനസ്സിലായി, ഇനി ക്ഷാമം തീരും വരെ ഈ അളവ് കുറയില്ല. ഇന്ന് പകൽ സ്തോത്രത്തോടെ ഞാൻ പറയാം, നീ കർത്താവിനുണ്ട് ചെയ്താൽ മറന്ന് കളയാത്തൊരു ദൈവം ഉണ്ട്, വാസങ്ങളെ ഉണ്ട്. അവിടുന്ന് ഓടി ചെന്നത് ഏലിയാവ് കർമ്മയിൽ കയറി. വേഗം പറയാൻ പോകുക. ഏലിയാവ് കർമ്മയിൽ കയറി. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ലെന്നൊരു വാക്കേ തൊട്ടുള്ളൂ, വാക്ക് രാത്രി. വിശ്വാസത്തിൽ ക്ഷീണിച്ച ആളിനെ പറയാം, ക്ഷീണിക്കാത്ത ആളിനെ പറയണവനി. സ്തോത്രം ചെയ്യുന്നു. അത് സമയം പോയ രാത്രി പറഞ്ഞോളാം. നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കണം. 1, 2, 3 മിനിറ്റ്. അതുകൊണ്ട് ഞാൻ സമയം ഇട്ടിട്ട് പ്രസംഗിച്ച് നിർത്താം. സ്തോത്രം. ഏലിയാവ് കർമ്മയിൽ ചെന്നു. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഉച്ചവരെ നിലവിളിക്കാൻ പറഞ്ഞു. അവർ നിലവിളിച്ചു, തമ്മിക്കുത്തി, രക്തമൊഴുക്കി, നിണമൊഴുകപ്പെട്ടു. എന്നിട്ടും അവരുടെ ദൈവം ഉത്തരം പറഞ്ഞില്ല. ഏലിയാവരെ കളിയാക്കി. ഏലിയാവ് കളിയാക്കി. ആഹാവിൻ്റെ പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ തോറ്റു നിൽക്കുമ്പോൾ ഏലിയാവ് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. കേൾക്കണോ? കരഞ്ഞു. എന്താ കരഞ്ഞറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി ഒരു കരച്ചിൽ കരഞ്ഞു. കരഞ്ഞ ഏലിയാവിന് മനസ്സിലായി, ആഹാവിൻ്റെ പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ തോറ്റതുകൊണ്ട് ഞങ്ങൾ ജയിക്കണമെന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറ്റാത്തത് ദൈവം ചെയ്യും. അതിനെ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് കീല് തേച്ചത് എന്തിനെന്നറിയാമോ? വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മാത്രമല്ല. മോശയുടെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, കർത്താവേ, ഇവന്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ കാര്യം ഇത്രേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവേ, ആ മോശയുടെ അപ്പനും അമ്മയോട് പറയുക, കർത്താവേ, ഇവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ കാര്യം കീല് തേക്കാനേ പറ്റൂ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, എടാ, നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ നിനക്ക് പറ്റാത്തത് ദൈവം ചെയ്യും. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തു, നിനക്ക് പറ്റാത്തത് ദൈവം ചെയ്യും. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. വെള്ളം കോരാനും കൽപാത്രത്തിൽ നിറയ്ക്കാനും നിനക്ക് പറ്റും. നിനക്ക് പറ്റാത്തത് ചെയ്യാൻ ഇന്ന് രാത്രി ദൈവം, ഇന്ന് പകൽ ദൈവം ഉണ്ട്. ഇന്ന് പകൽ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്തോളൂ. നീ ചെയ്യേണ്ട, നീ ക്രമീകരിക്കേണ്ട. നീ ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞു. നിനക്ക് പറ്റാത്തത് ചെയ്യാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വരികയാ. യോഗത്തിൽ ആത്മാവ് പറയുന്നു, നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ നിനക്ക് പറ്റാത്തത് ചെയ്യാൻ ഇന്ന് പകൽ എൻ്റെ ദൈവം ഇറങ്ങി വരും.
സ്വത്രം സ്വത്രം സ്വത്രം. ഏലിയാവ് സമയമായി, ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ സമയമായപ്പോൾ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുക. ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ സമയമായപ്പോൾ ഓടിച്ചെന്ന് യാഗപീഠത്തെ പണിതു. അപ്പോൾ ഏലിയാവിന് മനസ്സിലായി ആദ്യം നടക്കേണ്ടത് യാഗപീഠമല്ല, യാഗപീഠമാണ്. ഞാൻ എൻ്റെ ചർച്ചിൽ പറയേണ്ട ഉപവാസ പ്രാർത്ഥനയ്ക്ക് യാഗപീഠം പണിതിട്ട് മതി യാഗം നടക്കുന്നത്. ഇടിയപ്പെട്ട യാഗപീഠം പൊളിയാതിരിക്കാൻ ശ്രദ്ധിച്ച് കേട്ടോ. വെളിപ്പാട് കയറുക, മറ്റേ മുഖം നോക്കാതെ ദൂത് പറയാ. പണിയപ്പെടാത്ത യാഗപീഠത്തിൽ യാഗമർപ്പിച്ചാൽ യാഗപീഠം പൊളിയും. ഉപവാസ പ്രാർത്ഥനകൾ പലയിടത്തും യാഗപീഠം പൊളിഞ്ഞുപോയി. ഉപവാസ പ്രാർത്ഥന പകുതി വഴി കൊണ്ട് നിന്നുപോയി. എന്തെന്നറിയാമോ? പാസ്റ്റർമാരില്ലാത്തോണ്ടല്ല, ഗസ്റ്റ് പാസ്റ്ററില്ലാത്തോണ്ടല്ല, യാഗപീഠം പണിയാതെ യാഗമർപ്പിച്ചത്. തീ കത്തിത്തുടങ്ങുമ്പോൾ പണിയപ്പെടാത്ത യാഗപീഠങ്ങൾ പൊളിയും. കർത്താവിന്റെ നാമത്തിനുവേണ്ടി അർപ്പിച്ച യാഗപീഠങ്ങൾ പൊളിയുമ്പോൾ പകുതി കത്തിയതും പകുതി കത്താത്തതുമായി മാറിക്കിടക്കും. ഇന്ന് രാത്രി അതുകൊണ്ട് മുഖം നോക്കാതെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് ലോകരാജ്യങ്ങൾ മൊത്തം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, യാഗത്തെക്കാൾ മുമ്പേ യാഗപീഠം പണിയപ്പെടുക. സഭകളെ, കുടുംബങ്ങളെ, അകത്ത വിള്ളലുകളെ പണിയപ്പെടുക. പല കുടുംബങ്ങൾക്കകത്തും പല കുടുംബങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. പിശാച് ആദ്യം നോട്ടമിടുന്നത് കുടുംബങ്ങളെയാ. ഇന്ന് രാത്രി കേൾക്കണമോ? പിശാച് ആദ്യം നോട്ടമിടുന്നത് കുടുംബങ്ങളെയാ. കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടെങ്കിൽ അത് സഭയ്ക്കകത്ത് വെളിപ്പെടും, സമൂഹത്തിൽ വെളിപ്പെടും. നമ്മുടെ കുടുംബങ്ങളെ ടാർഗറ്റ് ഇട്ട് പിശാച് നോക്കുമ്പോൾ നമ്മുടെ യാഗപീഠങ്ങൾ നമുക്ക് പണിയപ്പെടാം. സ്തോത്രം, ഹല്ലേലൂയ. ആരും ഒന്നും വന്നില്ലേലും അകത്തി വചനം കേട്ടോണ്ടേ പോകാവേ. നമുക്കിന്ന് പകൽ കത്തി പൊളിയുന്നൊരു യാഗപീഠമല്ല വേണ്ടേ, കത്തി കയറുന്നൊരു യാഗപീഠമാ. മനസ്സിലാകുന്നൊരു ആമേൻ പറഞ്ഞാൽ മതി. ഇന്ന് പകൽ നമുക്ക് വേണ്ടത് കത്തി പൊളിയുന്നൊരു യാഗപീഠമല്ല. ഇച്ചിരി ഗൗരവമാ ദൂതെന്ന് എനിക്കറിയാം, എന്നാലും മുഖം നോക്കാതെ ഞാനിന്ന് പറഞ്ഞോട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് അഭിഷക്തമാരെ കത്തി പൊളിയുന്നൊരു യാഗപീഠമല്ല. എൻ്റെ ഫ്രണ്ടിൽ ബാക്കിലിരിക്കുന്ന ദൈവദാസന്മാരെ പരിശുദ്ധന്മാർ ദൂത് പറയുന്നേ, ഞാനൊന്നും പറയാൻ വന്നതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ പറയാ, കത്തി പൊളിയുന്നൊരു യാഗപീഠം വേണ്ടപ്പാ, കത്തി പൊളിയുന്നൊരു യാഗപീഠം വേണ്ടപ്പാ. കത്തുന്ന ആരാധനയുടെ സൗരഭ്യവാസന സ്വർഗം മടക്കുന്നൊരു യാഗപീഠം ഞങ്ങൾക്ക് വേണേ. അത് ഞാൻ അതിന് വിധേയപ്പെടുന്നേ കർത്താവേ എന്ന് പറയാൻ ഇവിടെ കരമുയർത്താൻ കഴിയുന്ന അഭിഷക്ത വൃന്ദങ്ങൾ ഉണ്ടെങ്കിൽ പറ, അങ്ങനൊരു ആരാധനയ്ക്കായി, അങ്ങനൊരു സമർപ്പണത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയാൻ അകത്തൂന്ന് സ്തോത്രം വരുന്ന എത്ര ദൈവമൈതൽ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. യാഗപീഠം പണിഞ്ഞ ദൈവദാസൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം 2, 3, 4 വാക്കേ ഉള്ളൂ, ഇല്ലയോ? യാഗപീഠത്തിൻ്റെ പണി കഴിഞ്ഞ് കാളയുടെ തോല് മാറ്റി, കുളമ്പ് മാറ്റി, കൊമ്പ് വെട്ടി, സ്തോത്രത്തിന് കണ്ണമായി യാഗപീഠത്തിൻ്റെ പുറത്തു വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന 18 സെക്കൻഡ്. വായിച്ചമാമേ, ഞങ്ങളുടെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. 3 കാര്യം. ഞാൻ നിന്റെ ദാസനാണെന്നും ഇത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലെന്നും, ഞാനൊന്ന് നന്നായിട്ട് പറയാം, ഇതെൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലെന്നും, ഉപവാസം വെച്ച എൻ്റെ ഇഷ്ടത്തിനല്ലെന്നും. കർത്താവേ, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമേ, ഞാൻ നിന്റെ ദാസനാണെന്ന് അടുത്ത പറഞ്ഞ കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം എൻ്റെ ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണെന്ന്. എത്ര പേർക്ക് പകൽ ഇച്ചിരി കയറി ദൈവത്തിന്റെ ശബ്ദം കയറി വരിക. ഇന്ന് പകൽ കർത്താവ് പറഞ്ഞിട്ട് ചെയ്താൽ നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. കർത്താവ് പറഞ്ഞിട്ട് നീ ചെയ്താൽ ഒരിക്കലും നീ ലജ്ജിച്ചു പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കുന്നില്ല. 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് ലോകത്തിന്റെ പ്രതിഭാസത്തെ കർത്താവ് തിരുത്തി. അതാ നമ്മൾ പറയാൻ പോകുന്നത്. ഈ 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് ലോകത്തിന്റെ പ്രതിഭാസത്തെ കർത്താവ് തിരുത്തി. ഇവിടെ തീ കത്തിയാൽ ഫയർഫോഴ്സ് വെള്ളം കൊണ്ടുവരും. ആന്ത്രയിൽ പാസർ ഇസ്രായേൽ എന്നൊരു ദൈവമനുഷ്യനുണ്ട്. ഇസ്രായേൽ ദൈവമനുഷ്യൻ. ആ ദൈവമനുഷ്യനോട് കർത്താവ് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കയറിയിരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 39ാമത്തെ രാത്രിയിൽ ആന്ത്രയിൽ ഇസ്രായേൽ എന്ന ദൈവമനുഷ്യന്റെ കൂടാരത്തിന് മുകളിൽ തീ കത്തി. നാട്ടുകാരും വീട്ടുകാരും അയൽവക്കക്കാരും ആർത്തു വിളിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. അത്യുഗ്ര ശബ്ദത്തോടെ
ഹോൺ മുഴക്കിയിട്ട് ആമേ സ്തോത്രം ചെയ്യുന്നു. ഫയർഫോഴ്സ് കയറി വന്നു, അടിച്ചു കെടുത്താൻ നോക്കിയിട്ട് ആമേ തീ കെടുന്നില്ല. അവരമ്പരക്കാൻ തുടങ്ങി. ഇതുവരെ എല്ലാ തീയേം കെടുത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഞെട്ടാൻ തുടങ്ങി. ഓടിച്ചെന്ന് കതക് ചവിട്ടി തുറന്നപ്പോൾ ഇസ്രായേൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഇസ്രായേൽ മുട്ടുമടക്കിയിരിക്കുന്നു. ചോദിച്ചു, സ്തോത്രം, താഴോട്ട് തീയില്ല, മുകളിൽ തീ കത്തുന്നെന്ന് ഇസ്രായേലിന് മനസ്സിലായി. ഈ തീയെന്ന് മനസ്സിലായി. ലോകത്തിലെ ഒരു വെള്ളത്തിനും കെടുത്താൻ കഴിയാത്ത, ലോകത്തിലെ ഒരു ശക്തിക്കും കെടുത്താൻ കഴിയാത്ത ഇന്ന് രാത്രി കർമ്മേലിൽ 18 സെക്കൻഡിലെ പ്രാർത്ഥനയ്ക്ക് ഏലിയാവിന് വേണ്ടി ഇറങ്ങി വന്ന തീയ ഈ പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വരുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ ആമേ വെള്ളത്തെ കത്തിക്കുന്നൊരു തീ, വെള്ളത്തെ കത്തിക്കുന്നൊരു തീ, അശുദ്ധിയെ കത്തിക്കുന്നൊരു തീ, ആമേ രോഗത്തെ കത്തിക്കുന്നൊരു തീ ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുക. ഒരു പ്രതിസന്ധിയെ വെച്ചേക്കാത്ത, ചിലതിനെ വെച്ച് തോട്ടിലെ വെള്ളത്തെ കത്തിക്കുന്ന, മണ്ണിനെ കത്തിക്കുന്ന, യാഗപീഠത്തിന്റെ പുറത്ത് വച്ചതിനെ കത്തിക്കുന്ന ഒരു സ്വർഗീയ തീ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരാൻ പോകുക. ആ തീ പകൽ സെക്ഷനിൽ ആ തീ ഇന്ന് പകൽ ഇറങ്ങി വരാൻ പോകുക. ആ തീയുടെ മുമ്പിൽ കത്താത്ത ഒന്നുമില്ല. ആ തീയുടെ മുമ്പിൽ കത്താത്ത ഒന്നുമില്ല. ഞാൻ രാത്രി വാക്കി പ്രസംഗിച്ചോളാം. എന്റെ ജോൽബാസിനെ ആ തീ ഇറങ്ങിയ കത്താത്തതൊന്നുമില്ല. ഇവിടെ നീ കത്തിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ വീടിന് ചുറ്റും നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവം കത്തിക്കാൻ പോകുക. ദൈവം കത്തിക്കാൻ പോകുക. ആ ഒരു ശക്തിക്ക് നിർത്താൻ കഴിയാതെ വേണം. തോട്ടിലെ വെള്ളത്തെ കത്തിച്ചെടുത്തി ആമേ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ 36 രാജ്യത്തുള്ളവരെ ഞെട്ടിച്ച തീ. ഓ ശബലഘടകര ഹതൽഖരാരക. ഇന്ന് പകൽ ചില പിതാക്കന്മാരുടെ മേലെ ശക്തി ഇറങ്ങി വരുന്നു. ചില മാതാക്കളുടെ മേലെ ശക്തി ഇറങ്ങി വരുന്നു. ആദ്യന്ത ശക്തി ഇന്ന് മേലെ ഇറങ്ങി വരുന്നു. കരമടിക്കാൻ കഴിയുന്നു. ഒന്ന് എഴുന്നേക്കാമോ? ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ദൈവവേദ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ആത്മാവിൽ എഴുന്നേറ്റ്, ഒന്ന് ചാടി എഴുന്നേറ്റ് ആമേ തോട്ടിലെ വെള്ളത്തെ കത്തിച്ചൊരു പരിശുദ്ധമാവനെ തീ. ഇത് അന്ത്യകാല അഭിഷേകം, ഒരു അന്ത്യകാല അഭിഷേകം. രണ്ട് കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് ആത്മാവിന്റെ ശക്തിയോടെ പറ. ആമേ യോഗം ഞാൻ നിർത്താൻ സമയത്ത് നിർത്താം, പക്ഷേ ആത്മാവിനോട് പറയുന്നു ആ തീയുന്ന പകൽ ഇവിടെ ഇറങ്ങി വരാൻ പോകുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചില നാളുകളായി പൊളിയപ്പെട്ട യാഗപീഠത്തിനകത്ത് കത്തിയ തീയല്ല, ഇന്ന് പകൽ ആളി കത്തുന്നൊരു തീ ഞങ്ങളുടെ സഭയ്ക്കകത്ത് വേണമേ എന്ന് കൊതിയുള്ളവർ രണ്ട് കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് പറഞ്ഞ് തോട്ടിലെ വെള്ളത്തെ കത്തിച്ച, ആമെ മണ്ണിനെ കത്തിച്ച, ഖണ്ഡമായി മുറിച്ച മാംസത്തെ കത്തിച്ച, ആമെ സെഗിയോൻ മാളിക മുറിയിൽ 120 പേർ കൂടിയിരിക്കുമ്പോൾ വീശി അടിച്ചിറങ്ങിയ ആ സ്വർഗീയ തീ പാളയം ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എന്റെ മേൽ ഇറങ്ങി വരണമെന്ന് കൊതിയുള്ള ദൈവവൈദ്യർ ആ കൈയടിക്കുന്ന ശബ്ദം പുറത്തു വരട്ടെ. രണ്ട് കരമൊന്ന് ചേർത്തടിച്ച് ശരീരങ്ങളിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് രണ്ട് മുതൽ വായിക്ക് വരെ ആമേ വിടുതൽ വ്യാപരിക്കുന്നു. നിന്റെ പ്രശ്നത്തെ കത്തിക്കുന്ന തീ, നിന്റെ പ്രതികൂലത്തെ കത്തിക്കുന്ന തീ, നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ കത്തിക്കുന്ന തീ, കരമടിച്ച് ആത്മശക്തിയോടെ ആരാധിക്കാൻ കഴിയുന്ന ദൈവദാസിദാസന്മാരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേ ശക്തി കൊണ്ട് അരമുറുക്കുന്ന ഒരു തീ, ബലപ്പെടുത്ത തീ, കൈപിടിച്ച് നടത്തിയ കർത്താവിന്റെ കരത്തിന്റെ മഹത്വം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ ജയം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആഹാവിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ ബലപ്പെടുത്തിയ ഒരു തീ. രണ്ട് 3 മിനിറ്റൂടെ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിക്കാൻ സമയമൊന്നും പോയിട്ടില്ല. ആ തീജലമേൽ വീഴും, ഞാൻ കാണുന്നു. ആ തീജലമേൽ വീഴും. ശബ്ദം ഉയർത്താൻ കഴിയുന്നവർ പരിധി വിട്ട് ശരീരത്തെ പിടിക്കരുത്, ശരീരത്തെ പിടിക്കരുത്. പരിശുദ്ധാത്മാവിനകത്ത് ഇറങ്ങി വരുന്നു, ആത്മമണ്ഡലമകത്ത് ഇറങ്ങി വരുന്നു, നിയോഗത്തിനകത്ത് ഇറങ്ങി വരുന്നു. അടുത്തൊരു തലം തമ്പുരാൻ തുറക്കുന്നു, അടുത്തൊരു നിയോഗത്തിന്റെ തലം തമ്പുരാൻ തുറക്കുന്നു. അടുത്തിരുന്ന ഒരു കൈയടിക്കോ അടിക്കാതിരിക്കോ, അടുത്തിരിക്കുന്ന സ്വോത്രം പറയോ പറയാതിരിക്കോ. ചരണമേലുന്ന പകൽ വിടുതല തീ കത്തുന്നു. നിനക്ക് വിരോധമായി ചുറ്റും പാളയമനകിയ ചില ശക്തിയുടെ മേൽ ഇന്ന് പകൽ ഡൈനാമിക് പവർ, ഒരു ഡൈനാമിക് പവർ. ക്ഷീണിച്ചു പോകല്ലേ, വിശ്വാസത്തിൽ ക്ഷീണിക്കല്ലേ. പ്രതികൂലങ്ങൾ കണ്ടിട്ട്, പ്രതിസന്ധി കണ്ടിട്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കല്ലേ. ചിലത് അടയും മുമ്പേ ചിലത് നിനക്ക് വേണ്ടി തുറന്നു വെക്കുന്ന കർമ്മേലിൽ വെളിപ്പെട്ട സ്വർഗീയ തീ ഹോളിനകത്ത് ഇറങ്ങി വരിക. ആരാധിക്കാൻ കഴിയാതെ ഹോളിനകത്ത് ആരാധിക്കാൻ വന്നാലും ശരീരത്തെ ബലഹീനമാക്കി വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ ആത്മാവിൽ പോട്ടെ. ഫ്രണ്ട് റോ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അത്യന്ത ശക്തി വ്യാപരിക്കുന്നു. കുഞ്ഞുങ്ങളെ ചൗന കരമടിച്ചോ, നിങ്ങളുടെ മേൽ അഭിഷേകത്തിന് തീ ഇറങ്ങി വരികയോ.
അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറ, ഇതെന്റെ പകലല്ല, ദൈവത്തിന്റെ പകല, ഇത് ദൈവത്തിന്റെ പകല. ഹടക റഗദക ജഗനക തുരിജക റഗദ ജഗന രാജ ശൈദ റഗനാജ ഹുഡബരംദല വൗഡമനെ ഹടക ജഗനക ധീരഗലെ രദ്ദ ശൈദല വൗഡമനെ ഹടകര തുരിജക റഗദഗജെ റിഖമനംദല വൗഡമന. പ്രാപിക്കാൻ കൊതിച്ചു വന്ന ദൈവമക്കളെ, നിങ്ങളുടെ ശരീരം അറിയത്തക്ക നിലയിൽ ഇന്ന് മകൾ ആത്മനിയോഗത്തിന്റെ കൈമാറ്റം, ഒരാത്മനിയോഗത്തിന്റെ കൈമാറ്റം. ലജ്ജിച്ച് തലതാഴ്ത്തി ഇരിക്കരുത്, ആരാധന മുമ്പിൽ ലജ്ജിക്കരുത്. മതിമറന്ന് അല്പസമയം ദൈവത്തിന് സ്വത്രം പറ. കത്തിക്കുന്ന തീയുടെ ശക്തി, കത്തിക്കുന്ന ജഗനക തുരിജക രഗതക ജാനക രംധല വൗഡമന ഹടക രഗത ജഗല രഗത ജഗന ജഗൽ ഖരാര. ഇന്ന് മകൾ ഇനി ഓൺലൈനിൽ കൂടെ കാണുന്ന, ഈ ഓൺലൈനിലൂടെ കാണുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഇരിക്കുന്ന മുറിക്കകത്ത്, നീ ഇരിക്കുന്ന ഓഫീസിനകത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ ഇന്ന് മകൾ തുടച്ചു മാറ്റുന്നു, തമ്പുരാൻ കത്തിച്ചു മാറ്റുന്നു, കത്തിച്ചു മാറ്റുന്നു. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ ചുമക്കുന്ന ഭാരത്തെ ദൈവം കത്തിച്ചു കളയുന്നു. ഈ ഉച്ച സമയം 1 മണി സമയത്ത് ആരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നു, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പിടിച്ചു നിർത്തി ആരാധിച്ചിട്ട് പോകരുത്. ശരീരങ്ങളിൽ നിന്ന് വിട്ടുകൊടുത്ത് 2-3 മിനിറ്റ് ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് പറ, ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ മഹത്വം, എന്റെ ദൈവത്തിന്റെ മഹത്വം, എന്റെ ദൈവത്തിന്റെ മഹത്വം, എന്റെ ദൈവത്തിന്റെ മഹത്വം. മഹത്വം ഇറങ്ങിയാൽ ദാഗോൻ ഉടയും. ആരാധനയ്ക്ക് വെച്ച പരിധികൾ, ആരാധനയ്ക്ക് വെച്ച പരിധികളെ പൊട്ടിക്ക്, പരിധിയെ പൊട്ടിക്ക്, പരിധിയെ പൊട്ടിക്ക്. ചില വർഷങ്ങളായി ആത്മീയ ആരാധനയ്ക്ക് വിരുദ്ധമായ ചില മണ്ഡലങ്ങളെ പൊട്ടിക്ക്. ഇന്ന് മകൻ ആത്മാവി പൊട്ടിക്ക്. ഈ ദിവസം മുതൽ ചില പൊട്ടൽക്കാൻ അതിർവരമ്പുകൾ പൊട്ടട്ടെ. ദൈവസഭയ്ക്ക് വിരോധമെന്ന അതിർവരമ്പുകൾ പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് വിരോധമെന്ന അതിർവരമ്പുകളെ പൊട്ടട്ടെ. നിന്റെ തലമുറയ്ക്ക് വിരോധമെന്ന അതിർവരമ്പുകളെ പൊട്ടട്ടെ. ശുശ്രൂഷയിൽ നീ ജയിച്ചു വരുമ്പോൾ നിന്റെ തലമുറയെ പിടിക്കാൻ നോക്കുന്ന, ശുശ്രൂഷ നീ ജയിച്ചു കഴിയുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വിരോധമായി നിൽക്കുന്നു, നിന്നെ വടിയിൽ തകർക്കാൻ പതിയിരിക്കുന്ന ചില പതിയിരിപ്പിന്റെ ശക്തിയെ, ചില പതിയിരിപ്പിന്റെ ശക്തിയെ, ചില പതിയിരിപ്പിന്റെ ശക്തിയെ അഭിഷക്തന്മാരോട് ദൈവം ദൂത് പറയുന്നു. ചില പതിയിരിപ്പിന്റെ പോരിനെ ഇന്ന് പകൽ പരിശുദ്ധമായി അഴിക്കുന്നു. ചില പതിയിരിപ്പിന്റെ this is the day the Lord called upon his. ഇത് ഹോമി ഉണ്ടാക്കിയ ദിവസം ആർപ്പിട്ട് ആരാധിക്കുകയോ ചിലത് ഇടിയട്ടെ. വഴിയിൽ തകർക്കുന്ന പോരഴിയുന്നു, വഴിയിൽ തകർക്കുന്ന പോരഴിയുന്നു, അപകടങ്ങൾ ഉണ്ടാക്കുന്ന പോരഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയിൽ ചിലതിനെ വഴിയിൽ വെച്ച് തകർത്ത് അസ്ഥി ഒടിക്കാൻ നോക്കി നിന്ന് വെല്ലുവിളിക്കുന്ന പോരിന്റെ ശക്തികൾ ആത്മാവിൽ അഴിയുന്നു. യെസ്, പെട്ടെന്ന് രോഗിയാക്കി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്ന പോരുകൾ അഴിയുന്നു. യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു, യേശു ഇറങ്ങി വരുന്നു. ശംദന ബൗഡബ രഗതക ജഗനക ദുരിജ രഗദ ജഗനാജ രഗ അത്തല ബൗഡബ രഗതക ജഗനക ദുരിജക രഗതക ജഗനക റിഗതല ഘടകര ജഗലക. ഞാൻ മനസ്സിലാക്കുന്നു, ചില ദൈവമക്കളുടെ മേൽ കൃപാവരങ്ങളുടെ പുതപ്പ് വീഴുന്നു, കൃപാവരങ്ങളുടെ പുതപ്പ് വീഴുന്നു, അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്നു, ദൈവശക്തിയുടെ പുതപ്പ് വീഴുന്നു. ബാലിന്റെ പ്രവാചകന്മാരെ തോപ്പിച്ച ഏലിയാവേ, ആഹാവിന്റെ കുതിരയെ തോപ്പിച്ച ഏലിയാവേ, ഒരു പെങ്കൊച്ചിന്റെ, ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ നീ നിരാശപ്പെട്ട മതി എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, അല്ലല്ല, അടുത്ത ലെവലിലേക്ക് നിന്നെ ഉയർത്താൻ പോകുകയോ. നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചത് മതി. ഒരു ദൂത് പറയാം, ഒരു ദൂതൂടെ ഞാൻ പറയാം. സ്തോത്രം. ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയ മിസ്രൈമെ പെൺകുതിരയെ ഓടിത്തോൽപ്പിക്കാൻ കാലുകൾക്ക് ബലമുള്ള ഭക്തൻ. നാളെ ഈ നേരത്ത് നിന്റെ ഞങ്ങളുടെ പ്രവാചകന്മാർ ഒരുത്തനെ പോലെ നിന്നെ ആക്കുമെന്ന് പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, സാറേ രണ്ട് സെക്കൻഡൂടെ. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരുന്ന ദൈവഭക്തനോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, ഞാൻ കരീത്തി കാക്ക വിട്ടടാ, പക്ഷെ ചൂരച്ചെടി ഞാൻ കാക്കയല്ല വിടാൻ പോന്നെന്ന്. സമയമൊന്നും പോയിട്ടില്ല, ഇവിടെ തുള്ളിച്ചാടാൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു കോണ് തൊട്ടതേ ഉള്ളൂ.
കഥ പറയുക. അവിടെ കയറിയിട്ട് ഞാൻ കാക്ക വിട്ടു. അവിടെ നീ ജയിച്ച് നിൽക്കുക, അവിടെ നീ കണ്ണടച്ച് നിൽക്കുകയല്ല, അവിടെ നീ കൈ നീട്ടി നിൽക്കുക. പക്ഷെ ചൂരച്ചടിയിൽ കണ്ണും കൈ നീ മുറുക്കിയിരിക്കുക. അവിടെ കാക്ക വന്നാൽ പറ്റില്ല. അവിടെ നിന്നെ തട്ടണം, അവിടെ നിന്നെ തട്ടണം. കാക്ക വന്ന മാന്ദ്യം നിനക്ക് നോവും. മനസ്സിലായി സാറേ? അവിടെ നിനക്ക് കാക്കയല്ല വേണ്ടേ, അവിടെ നിനക്ക് ദൂതനയാ വേണ്ടേ. കണ്ണടച്ച് കിടക്കുന്ന നിന്നെ എനിക്കൊന്ന് തട്ടണം, ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കണം. ചിലതിനെ ഇന്ന് രാവിലെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കാൻ പോവുക. എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്, ആത്മാവിൽ കൊതിക്കുന്ന ചിലരോട് ദൈവം ഇന്ന് പകൽ പറയാൻ പോകുക. നീ മതിയെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, അതേ മാമേ ഒന്ന് ചോദിച്ചു ആരാധിച്ചോ, നീ മടുത്തല്ല വിഷയത്തിനകത്ത് ഇന്ന് പകൽ ദൂതനെ വിടുക. നിനക്ക് ദൂതനെ വിടുക. കാക്കയെ വിടരുത് ദൈവം, കാക്കയെ വിടും. ദൂതനെ വിടരുത് ദൈവം, ദൂതനെ വിടും. നിന്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവകാരം ഇന്ന് പകൽ ചലിക്കുന്നെങ്കിൽ ഒന്നാമത്തെ തട്ടലിൽ എഴുന്നേറ്റ് തിന്നു, ശരീരത്തിന് ബലം വന്നു, വീണ്ടും കിടന്നുറങ്ങി. നമ്മളെന്നാ വഴിക്കോട്ട് പിന്നെ പോത്തില്ല. ദൂതനോട് ദൈവം പറഞ്ഞു ശരീരത്തിൻ്റെ ബലം വന്നുള്ളൂ, ശരീരത്തിൻ്റെ ബലം വന്നാൽ പോരാ, ആത്മാവിന് ബലം വേണമെന്ന്. രണ്ടാമത് കൊടുത്തപ്പോൾ ആത്മാവിന് ബലമായി. അപ്പം ശരീരവും ആത്മാവിടെ ബലപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു ഇനിയും കിടക്കല്ല്. ഇതാണ് ശരീരവും ആത്മാവിടെ ബലപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു ഇനിയും കിടക്കല്ല്, ഇനിയും കിടക്കല്ല്. നീ പറഞ്ഞ പദത്തെ പൊളിക്കാൻ, ഏത് വിശ്വാസത്തിൽ ക്ഷീണിച്ച പദത്തെ പൊളിച്ചിട്ട് പറഞ്ഞ് പുറപ്പെടുക. നിനക്ക് ചിലത് ചെയ്യാനുണ്ട്, നിനക്ക് ചിലത് ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ഇന്ന് പകൽ വീട്ടിൽ പോകുന്നതിന് മുമ്പേ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടി. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളായതേ ഉള്ളൂ. പക്ഷേ ആത്മാവിനോട് തൊട്ടോട് ഞാനങ്ങനെ പറഞ്ഞതാ, ഗുണീകരണവും ശാസനയൊക്കെ ദൈവം പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. കരമുയർത്തി പറഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പോവാന്ന്. അങ്ങനെ കൊതിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി പറഞ്ഞ് അടുത്തൊരു ലെവലിലേക്ക് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്തു. എൻ്റെ ദൈവം എന്നെ പൊളിച്ചിട്ട് അപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പോവാന്ന്. അടുത്തൊരു ലെവലിലേക്ക് നീ മടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക്. വീടിനകത്ത് കയറിയ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നിന്നെ ഒതുക്കുന്ന ചില ശക്തിയായി ഇന്ന് പകൽ ആത്മാവിടുന്ന് അഴിച്ചാ വിടുന്നേ. പ്രാപിച്ചോ ദൈവശക്തി, പ്രാപിച്ചോ. അന്യഭാഷ പറയാൻ പറഞ്ഞൊരു
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ 1 മണി എന്നുള്ള ടൈം അങ്ങനെ ആയതുകൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവർക്ക് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാവിലെ പറഞ്ഞ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. പ്രതിസന്ധി ആടഞ്ഞെൻ്റെ മുമ്പിൽ നിന്നാലും, പ്രതികൂലം എൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ചാലും, എനിക്ക് നേരെ തീയമ്പെഴുതിട്ട് വന്നാലും ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകത്തില്ല. മതിയെന്ന് ഞാൻ ഇനി പറയത്തില്ലെന്ന്. അമിതബലം എൻ്റെ മേൽ വീഴുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ പറ. ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാവിലത്തെ മെസ്സേജ് ഞാൻ തൊട്ടതേ ഉള്ളൂ. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഏത് പ്രതിസന്ധിയുടെ തീച്ചൂളം നമുക്കെതിരെ നിന്നാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. തീച്ചൂളം നമുക്കെതിരെ നിൽക്കുമ്പോൾ സാറേ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. കാരണം എന്നെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ ഒരു കർത്താവ് നമുക്കുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കേൾക്കപ്പെട്ട ദൈവദൂതിന് മുമ്പിൽ ഒരു നിമിഷം സമർപ്പിക്കാം. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നമ്മുടെ മേൽ പകർന്നല്ലോ. അവൻ നമ്മുടെ മേൽ, അവൻ്റെ കരം നമ്മുടെ മേൽ വെച്ചല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടല്ലോ. ഈ പകൽ നമുക്ക് ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവശക്തിക്കനുസരിച്ച് ഒന്ന് കയറി വരാൻ ഒരു തീരുമാനത്തോടെ ഇന്ന് പകൽ മടങ്ങിപ്പോകാം. ഇന്ന് പകൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെ ഈ രാത്രി സെഷനിലും ഉച്ചകളെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പിന്നെയും ഹൃദയമായി ഇടപെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ഒരല്പസമയം അധരം ചലിപ്പിച്ച് എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ അമകനീയമായ കരുതലുകൾക്കായി ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. ആത്മാവ് ഇന്ന് പകൽ നമ്മെ നിറച്ചതിനായി സ്തോത്രം ചെയ്താട്ട്, വ്യക്തിപരമായ ദൈവാത്മാവ് ഇടപെട്ടുകൊടുത്തതിനായി സ്തോത്രം ചെയ്താട്ട്, ചില മണ്ഡലങ്ങളിൽ ആത്മാവ് പണിതെടുത്തതിനാൽ ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്യട്ടെ. ഈ ദൂതുകളുടെ മുമ്പിൽ നാം എല്ലാവരും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു അവർ പ്രിയ രാജ്യങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ പകൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ 5-ാം പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ അഭിഷിക്തനെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച കർത്താവേ, വിശ്വാസത്തിൽ ഞങ്ങൾ വീരരായി തിരുവണ്ടക്കവണ്ണം വിശ്വാസത്തിൻ്റെ മടുപ്പുകൾ മാറി വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവരായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് ഓടുവണ്ടക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്ന കർത്താവേ. ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു വഴി അടയ്ക്കുമ്പോൾ ഞങ്ങൾ അറിയാത്ത വഴിയ്, ആരും കിടക്കാത്ത വഴിയ് ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരത്ഭുതങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താവേ, അഗ്നി കത്തുന്ന ഒരു യാഗപീഠത്തില് ഞങ്ങളുടെ ആ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബങ്ങളില്, ഞങ്ങളുടെ സഭകളില് ആത്മാവിൻ്റെ അഗ്നി കത്തി ദേശമറിയുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്ന കർത്താവേ. മാനുഷിക പരിമിതികള് കർത്താവ് കൊടുത്ത അട ശരീരത്തിൻ്റെ ബലം കൽപ്പിക്കുക മാത്രമല്ല, ആത്മാവിൻ്റെ ബലം കൽപ്പിച്ചപ്പോൾ ഹോരേബോൾ ഓടുവണ്ടക്കവണ്ണം, ദൈവത്തിൻ്റെ പർവ്വതം വരെ ഓടുവണ്ടക്കവണ്ണം ഏലിയാവിനെ ശക്തിപ്പെടുത്തതുപോലെ ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവണ്ടക്കവണ്ണം ബിരുദം പ്രാപിപ്പാണ്ടക്കവണ്ണം ഈ ഉപവാസം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യക്തികളായി, കുടുംബങ്ങളായി, തലമുറകളായി, ദൈവസഭയായി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ജനത്തിന്മേല് സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് കർത്താവെ, നാളെ വരെ അനുഭവിക്കാത്ത ദൈവകൃപയും ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുവാൻ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂക്ഷിപ്പാഞ്ഞിൻ്റെ ഭക്തന്മാരെ കരങ്ങൾ എടുത്തതിനായി സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗിലും കർത്താവിൻ്റെ ദാസനെ കരങ്ങൾ ഉപയോഗിക്കണമേ കർത്താവേ. അനുഗ്രഹീതരോട് ഞങ്ങളെ അയക്കണമേ. ആത്മാവിൻ്റെ ബലത്തിൽ ഞങ്ങളെ കാക്കുമാറാകണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. മഹത്വവും മാനവും കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നു. പിതാവാൻ ദൈവമേ, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.
ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി കരമുയർത്തി നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. 1:30 മണിയാകുമ്പോൾ ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. 2:30 വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. വൈകിട്ട് കൃത്യം 6:30 മണി മുതൽ വൈകിട്ടത്തെ സെഷൻ ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. നാളെ പകലും രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബോബി കോട്ടയം നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരെയും കടന്നു വരിക. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.